കർത്താവിന് സ്തോത്രം. മിഷൻ ഓഫ് ദി ചർച്ച്, സഭയും ദൗത്യവും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ 4 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഒന്നാമതായി മിഷനും സുവിശേഷീകരണവും, ദൗത്യവും സുവിശേഷീകരണവും. രണ്ടാമത് ദ ലിറ്റർജി ആഫ്റ്റർ ദി ലിറ്റർജി, അതായത് ആരാധനാനന്തര ആരാധന. അതെന്താണ്, ചർച്ചിൽ മിഷൻസിൽ അങ്ങനെ പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മൂന്നാമതായിട്ട് മിഷൻ ആൻഡ് ദി കൾച്ചർ, മിഷൻ ആൻഡ് ദി കൾച്ചർ. നാലാമത് മിഷൻ ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, മിഷൻ ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഈ 4 കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇന്നത്തെ പഠനം നമ്മൾ നടത്തുന്നത്. നമ്മൾ ദൗത്യത്തെക്കുറിച്ച്, സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭയുടെ ദൗത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പ്രധാനപ്പെട്ട വസ്തുത സുവിശേഷ പ്രഘോഷണമാണ്. നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിന് അപ്പുറത്തായി ചർച്ചിന്റെ ദൗത്യത്തിന് ധാരാളം മാനങ്ങളുണ്ട്. സഭയുടെ ദൗത്യത്തിന് ധാരാളം മാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സഭയുടെ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. എന്നാൽ സുവിശേഷീകരണം മാത്രമല്ല സഭയുടെ മിഷൻസിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഭയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് അത് കാണാം, മിഷൻ ചരിത്രത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. ലോക സുവിശേഷീകരണം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു അതിപ്രധാനമായ വിഷയമാണ്. അതൊരു നിർബന്ധിതമായ ഒരു കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള ഒരു കൽപ്പനയായി നമുക്ക് സുവിശേഷീകരണത്തെ കാണുവാൻ കഴിയും. The gospel must be proclaimed among all nations. അങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. The gospel must be proclaimed among all nations. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം സഭയ്ക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് ഈ ഒരു പ്രൊക്ലമേഷൻ, ഈ ഒരു ദൗത്യം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ചർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. ചർച്ച് എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. ചർച്ച് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. ചർച്ചിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ്സ് ആൻ ഓർഗാനിക് ഓർഗനൈസേഷൻ. അതൊരു ജീവൽ സംരംഭമാണ്, ദൈവികമായ ഒരു ജീവൽ സംരംഭമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചർച്ച് ഈസ് ഗോഡ്സ് ചോസൺ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ, പർച്ചേസ്ഡ് പീപ്പിൾ. സഭ എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനറേഷനാണ്. അതുപോലെ രാജകീയ പുരോഹിതന്മാരാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. അതുപോലെ വിശുദ്ധ ജനമാണ്, ഹോളി നേഷൻ ആൻഡ് പർച്ചേസ്ഡ് പീപ്പിൾ, വീണ്ടെടുക്കപ്പെട്ട, വിലയ്ക്ക് വാങ്ങപ്പെട്ട ജനമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ, സഭയുടെ കോളിംഗ് എന്നല്ല, ഉന്നതമായ വിളി എന്ന് പറയുന്നത് എന്താണ്? അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം പകരുക,
അജ്ഞതയിൽ ഇരിക്കുന്നവർക്ക് അറിവ് നൽകുക, ദൈവത്തിന്റെ പ്രകാശം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ചർച്ച് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രാരംഭത്തിൽ പഠിച്ചിരുന്നു. എക്ലീസിയ അല്ലെ, ചർച്ചിന്റെ യഥാർത്ഥ ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്ലീസിയ എന്നാണ്. ആ പദം കലേയോ യക്, ഈ രണ്ട് പദങ്ങളുടെ സംയുക്ത രൂപമാണ്. കലേയോ എന്ന് പറഞ്ഞാൽ ടു കോൾ, വിളിക്കുക. കലേയോ, KALEO, കലേയോ എന്ന പദത്തിന്റെ അർത്ഥം ടു കോൾ, വിളിക്കുക. യക്, യക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഫ്രം, എന്തിൽ നിന്നെങ്കിലും, പുറത്തേക്ക്, എന്തിൽ നിന്നെങ്കിലും എന്നുള്ള അർത്ഥം. ഔട്ട് ഫ്രം. അപ്പം ടു കോൾ ഔട്ട് ഫ്രം, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ചും കൂടെ അത് ഒന്ന് വ്യക്തമാക്കി പറയുമ്പോൾ, ദ കോൾഡ് ഔട്ട് വൺസ്, വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരപ്പെട്ട ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാം. പുതിയ നിയമത്തിൽ ഈ യൂസേജ് കൊടുത്തിരിക്കുന്നത് കോൾഡ് അൺടു എന്നുള്ള ആ ഒരു വിളിക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അർത്ഥം ഉള്ള രീതിയിലാണ് പുതിയ നിയമത്തിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എക്ലീഷ്യ എന്ന് പറയുന്നത്, വിച്ച് ഓൾവേസ് ഹാസ് എ പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ, റെഫേഴ്സ് ടു ആൻ അസംബ്ലി ഓഫ് പീപ്പിൾ who are related to God and obey God, rather than negative conception of those called away from the world. ലോകത്തിൽ നിന്നും വിളിച്ചു മാറ്റപ്പെട്ടവരെന്നുള്ള അർത്ഥമല്ല, മറിച്ച് അതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ, ലോകത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു മാറ്റപ്പെട്ട് നിർത്തിയേക്കുന്ന ഒരു കൂട്ടം എന്നുള്ളതിനേക്കാൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദി അസംബ്ലി ഓഫ് പീപ്പിൾ ഹൂ ആർ റിലേറ്റഡ് ടു ഗോഡ്, ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, ആൻഡ് ഒബേ ഗോഡ്, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട എന്നുള്ള അർത്ഥമല്ല, മറിച്ച് ലോകത്തിൽ തന്നെ നിൽക്കുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ട ആളുകൾ എന്നുള്ള അർത്ഥമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു 5 വിധത്തിലുള്ള മാനങ്ങൾ ഈ ഒരു പദത്തിനുണ്ട്. അതിന്റെ ക്ലാസിക്കൽ ഗ്രീക്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം, എക്ലീഷ്യായുടെ അർത്ഥം, ഇറ്റ് വാസ് എ കോൾഡ് ഔട്ട് ആൻഡ് കോൾഡ് അൺടു പീപ്പിൾ, വിളിക്കപ്പെട്ടവരും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരുമായ ആളുകളാണ്. വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന എന്ന് മാത്രമല്ല, കോൾഡ് അൺടു, ഒരു 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 കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ. ആ അർത്ഥമാണ് ഒന്നാമതായി ക്ലാസിക്കൽ ഗ്രീക്കിൽ ഈ പദത്തിനുള്ളത്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ പീപ്പിൾ ഓഫ് എ സ്പെഷ്യൽ കൈൻഡ്. ഇതൊരു പ്രത്യേക ജനതയാണ്, സാധാരണക്കാരല്ലാതിരിക്കുവാൻ അസാധാരണമായ സ്വഭാവവിശേഷങ്ങളുള്ള ഒരു സമൂഹമായിട്ടാണ് സഭയുടെ വിളി എന്ന് പറയുന്നത്. അപ്പം സഭ എന്നുള്ള ആ ഒരു പദത്തിൽ തന്നെ ഇത് കോൾഡ് ഔട്ട് ആണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും. അപ്പോൾ തന്നെ കോൾഡ് അൺടു എന്നുള്ളതിനോട് നമുക്ക് ചേർക്കാൻ ടു പ്രൊക്ലൈം ദ ഗോസ്പൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമ്മുടെ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ആഡ് ചെയ്യാം. മൂന്നാമത്തെ അർത്ഥം, ഈ പദത്തിന്റെ മൂന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് എ പീപ്പിൾ കോൾഡ് ഔട്ട് ആൻഡ് കോൾഡ് ടുഗദർ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഇത് വ്യക്തികളായും സമൂഹമായും വേർതിരിക്കപ്പെടുകയും ആ വേർതിരിക്കപ്പെട്ട സമൂഹത്തിന് ഒരു
നിശ്ചിതമായ ലക്ഷ്യമുണ്ടായിരിക്കുകയും ചെയ്യുക. ആ വിളിക്കും ആ തെരഞ്ഞെടുപ്പിനും ഒരു നിശ്ചിതമായ ലക്ഷ്യം ഉണ്ട് എന്നുള്ള അർത്ഥവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ അർത്ഥം, ഇറ്റ് വാസ് എ പീപ്പിൾ കണ്ടക്ടിങ് ദെയർ അഫയേഴ്സ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്, അതായത് ഒരു സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അതാണ് എക്ലീഷ്യ. അഞ്ചാമതായി, ഇറ്റ് വാസ് എ പീപ്പിൾ യുണിക്ലി റിലേറ്റഡ് ടു ഗോഡ്. ദൈവത്തോട് അതുല്യമായ രീതിയിൽ ബന്ധമുള്ള ഒരു സമൂഹം എന്നുള്ള അർത്ഥവും അതിന് ഉണ്ട്. അപ്പം ഇത് നമുക്കറിയാം, ഗ്രീക്കിൽ ഒരു പദത്തിന് പല മാനങ്ങളുണ്ടാകും. ഒരു വാക്കിനെ കുറിച്ച്, ഒരു പദത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട്. എക്ലീഷ്യായ്ക്ക് ഉള്ള 5 തരത്തിലുള്ള മാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് വാസ് ഹോൾഡ് ഔട്ട്. നാലാമത്തെ, പീപ്പിൾ കണ്ടക്ടിങ് ദെയർ അഫയേഴ്സ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്, അതായത് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹം. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹം. യഥാർത്ഥത്തിൽ ഈ ഒരു പദം പഴയ നിയമത്തിൽ സഭ എന്നുള്ളതിന് ഈ ഗ്രീക്കിലേക്ക് വന്നപ്പോൾ പരിഭാഷപ്പെടുത്തിയ പദത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അസംബ്ലി ഓഫ് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ സമൂഹത്തെയാണ് ആ ഒരു പദം കുറിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ മീനിങ്ങിലേക്ക് വരുമ്പോൾ അതൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ അസംബ്ലിയുടെ ഒരു രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അവിടെ 140 ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിനെ കേരളം തെരഞ്ഞെടുത്തു. അപ്പൊ അവരെല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ അതിന്റെ ക്യാബിനറ്റിനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 140 പേരെന്ന് പറയുന്നത് ആരാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളാണ്. അപ്പൊ നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങൾ ആയതെങ്ങനെയാണ്? അവരെ തിരഞ്ഞെടുത്തു, ഓരോ മണ്ഡലത്തിൽ നിന്നും അവരെ തിരഞ്ഞെടുത്തു. അപ്പം ഗ്രീക്കിൽ യഥാർത്ഥത്തിൽ ചക്രവർത്തിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആ അസംബ്ലിയിൽ കടന്നു വരുന്നവരുടെ ആ കൂട്ടത്തെയുമാണ് എക്ലീഷ്യ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ സെയിം അർത്ഥത്തിലുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ചർച്ചിന്റെ മെറ്റാഫോർസ്, അതിന്റെ രൂപകങ്ങൾ, അതിന്റെ ഉപമകൾ, അതിന്റെ വർണ്ണനകൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും അതിന്റെ നേച്ചർ, സഭയുടെ സ്വഭാവത്തെ കുറിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഒരു പുതിയ മനുഷ്യനായിട്ടാണ്, ഈ സമൂഹത്തെ മുഴുവനായി ഒരു പുതിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു പുതിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞ, പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതൊരു പുതിയ മാനവികതയാണ്, പുതിയ ഒരു മാനവികതയാണ്. രണ്ടാമതായിട്ട് എഫേസ്യർ 1:22-23, അവിടെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ശരീരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരമാണ്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം 9-ാം വാക്യം, മറ്റു വാക്യങ്ങളുണ്ട് ആ ഭാഗത്ത് പറഞ്ഞത് റോയൽ പ്രീസ്റ്റ്ഹുഡ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. 2 കൊരിന്ത്യർ 11:2 ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ മണവാട്ടി.
കർത്താവിന്റെ മണവാട്ടി. എഫേസ്യർ 2:19, എഫേഷ്യൻസ് 2:19, ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനം. യോഹന്നാൻ 10-ാം അധ്യായം മുഴുവൻ, 10-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദ ഫ്ലോക്ക് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോ ഒരു 7 എണ്ണമാണ് നമ്മൾ ഇവിടെ കണ്ടത്. എ ന്യൂ മാൻ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ടെമ്പിൾ ഓഫ് ഗോഡ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദ ഫ്ലോക്ക് ഓഫ് ഗോഡ്. പിന്നെയും ധാരാളം കാര്യങ്ങളോട് ഈ സമൂഹത്തെ ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സഭയുടെ യുണിക്നെസ്, ഈ ഒരു സഭയുടെ യുണിക്നെസ്സും അതുപോലെ സഭയുടെ അതോറിറ്റി, അതോടൊപ്പം സഭയുടെ റെസ്പോൺസിബിലിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സോ എക്ലീഷ്യോളജി, സഭാശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ വിശദമായിട്ട് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഡ്യൂട്ടീസ്, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും. മിഷനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മിഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രാരംഭ കാലഘട്ടങ്ങളിൽ മിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? മിഷൻ എന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു കർത്തവ്യമായിരുന്നു ആരംഭകാലത്ത് അതിനെ മനസ്സിലാക്കിയിരുന്നത്. ആരംഭകാലത്ത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ആരംഭകാലത്തുള്ള അതിന്റെ അർത്ഥം. സഭ അങ്ങനെയാണ് ആരംഭകാലത്ത് അതിനെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് സുവിശേഷീകരണം അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം കുറച്ചും കൂടെ വിപുലമായ കാഴ്ചപ്പാടിലേക്ക് നീങ്ങി. അതായത് പ്രൊക്ലമേഷൻ ഓഫ് ദി ഗോസ്പൽ എന്ന് പറയുന്നതിന്റെ തന്നെ അർത്ഥം കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ മിഷൻ ദൈവശാസ്ത്രത്തിൽ രൂപം പ്രാപിച്ചു. അപ്പൊ ആത്മരക്ഷയുടെ ദൂത് പ്രഖ്യാപിക്കുക എന്നുള്ള കാഴ്ചപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു മാനത്തിൽ നിന്ന് സുവിശേഷീകരണം പുതിയ മേഖലകളും കണ്ടെത്തി, പുതിയ മേഖലകളിലേക്ക് കടന്നു വന്നു. അത് യഥാർത്ഥത്തിൽ ഈ ചർച്ച് പല ഇടങ്ങളിലേക്ക് വ്യാപിച്ചതോടുകൂടിയാണ്. പല ഇടങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന സഭയ്ക്ക് നേരിടേണ്ടി വന്ന ചില ചലഞ്ചസ്, അതിന്റെ വെളിച്ചത്തിലാണ് ഈ രീതിയിലുള്ള പുതിയ മാനങ്ങളിലേക്ക് കടന്നു വന്നത്. അതിൽ ഒരു കാര്യമാണ് ലോകമതങ്ങളുമായിട്ടുള്ള ഡയലോഗ്. അത് ഇന്ത്യയിലാണെങ്കിൽ ഇസ്ലാമിനോടും ഹിന്ദുയിസത്തോടും ബുദ്ധ മതത്തോടും ഒക്കെയുള്ള ഡയറക്റ്റ് ഡയലോഗ്സ്, ചർച്ചകൾ, അല്ലെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്, സംവാദങ്ങൾ, ആ ഒരു മേഖലയിലേക്ക് സുവിശേഷീകരണത്തിന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗം ആ ഒരു അർത്ഥത്തിലും കൂടെ വികസിക്കുവാനിടയായി. അപ്പം ലോക മതങ്ങളുള്ള ഡയലോഗ്, അതുപോലെ തന്നെ ലിബറേഷൻ, അത് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഉള്ള ഒരു കേരളത്തിലും അങ്ങനെയുള്ള ഒരു മാനം ഉണ്ടായിരുന്നു. അപ്പം അടിമത്തത്തിന്റെയും അനാചാരത്തിന്റെയും പിടിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക, ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുക, അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക. സോ ഒരു ലിബറേഷൻ, ഒരു വിമോചനം. അത് വിമോചന ദൈവശാസ്ത്രമല്ല, മറിച്ച് മനുഷ്യനെ അവൻ ബന്ധിതനായിരിക്കുന്ന അന്ധതയിൽ നിന്നും അതുപോലെ അവനെ ബന്ധിക്കുന്ന ചങ്ങലകളിൽ നിന്നും അവനെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യം അത് മിഷണറിമാരെ ഏറ്റെടുത്തിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അടിമത്തത്തിനെതിരെ അവർ പോരാടിയിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ അവർ പോരാടിയിരുന്നു. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ലാതെ നിലനിർത്തിയിരുന്നപ്പോൾ മിഷണറിമാര് ആണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്.
ഒരുപക്ഷെങ്കിൽ പള്ളിക്കൂടം എന്നുള്ള ആ ഒരു 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 കോൺസെപ്റ്റ് ആദ്യം ഇവിടെ കൊണ്ടുവരുന്നത് CML കർമ്മലീത്ത മിഷണറിമാരാണ്. കർമ്മലീത്ത മിഷണറിമാർ എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ മിഷണറിമാരല്ല, കർമ്മലീത്തക്കാരുടെ ഒരു ഒരു മിഷണറി അച്ഛൻ ആയിരുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്, കത്തോലിക്ക മിഷണറി ആയിരുന്ന ചാവറയച്ചൻ. ചാവറയച്ചന്റെ കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അദ്ദേഹമാണ് ഈ മഠങ്ങളൊക്കെ ആരംഭിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ ആരംഭിക്കുന്നതിന്റെ ഒരു പ്രധാന വ്യക്തി അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ സുവിശേഷ ദൗത്യത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാവറ കുര്യാക്കോസ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഒരു വിശുദ്ധനാണ്, അല്ലെങ്കിൽ കത്തോലിക്കരുടെ ഒരു അച്ഛനാണ്, അങ്ങനെ നമ്മൾ തള്ളിക്കളയും. പക്ഷെ അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് കത്തോലിക്ക സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചാവറ അച്ഛനല്ല. ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ CMI മിഷണറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചാണ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പൊ ആ കാലങ്ങളിൽ എല്ലാവർക്കും പഠിക്കുവാനുള്ള അവകാശമില്ല. ആ സമയത്ത് അദ്ദേഹം അതിനുവേണ്ടി പള്ളിയോട് ചേർന്ന് എല്ലാ അദ്ദേഹത്തിന്റെ ആ അധീനതയിലുള്ള എല്ലാ പള്ളികൾക്കും അദ്ദേഹം ഓർഡർ കൊടുത്തു. എല്ലാ പള്ളികളിലും വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെ ഒരുക്കിയ സംവിധാനത്തെയാണ് പള്ളിക്കൂടം എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. പള്ളിക്കൂടം അല്ലെ, നമുക്ക് ഇന്ന് പള്ളിക്കൂടം സ്കൂൾസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ഒരുപാട് ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ നവീകരണവും നവോത്ഥാനവും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന ഒരു പ്രാരംഭ വ്യക്തിയാണ് ഈ ചാവറയച്ചൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പിന്നെ മിഷൻ ചരിത്രത്തിൽ നമ്മൾ തഞ്ചാവൂർ മിഷനെ കുറിച്ചൊക്കെ പഠിച്ചതായിരുന്നു. അപ്പൊ തഞ്ചാവൂർ മിഷനിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അവിടെ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കി, അവർക്ക് ഒരുമിച്ച് ഭക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പൊ ഇതെല്ലാം ഒരു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അപ്പൊ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറീസും, അതായത് പെന്തക്കോസ്ത്, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ആളുകളുടെ മിഷൻ ദൗത്യം എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സംസ്കാരം പഠിപ്പിക്കുക, അവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുക, അപ്പൊ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക, അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ജന്മികളിൽ നിന്ന് അവരെ കുറച്ചെങ്കിലും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളവരാക്കി തീർക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ടും മിഷണറിമാരെ ഈ ഒരു സംഘം ആളുകൾ അവിടെ പ്രവേശിപ്പിക്കാതെ എതിർക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം അവരുടെ അടിമകളായിട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഈ മിഷണറിമാർ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരെ അടിമകളായി ലഭിക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷ ദൗത്യത്തിൽ മോഡേൺ മിഷൻസ് വന്നപ്പോഴത്തേക്കും ഉണ്ടായ മറ്റൊരു മാറ്റമാണ് മിയർലി സുവിശേഷം പ്രസംഗിക്കുക, രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി നിലനിൽക്കുമ്പോൾ തന്നെ അവര് ചെയ്ത കാര്യം, ഒന്നാമത്തേത്, അത് ഇപ്പോഴും തുടരുന്നുണ്ട്, പലയിടങ്ങളിലും ആരോഗ്യകരമായിട്ട് തുടരുന്നുമുണ്ട്, ചിലപ്പോൾ അനാരോഗ്യകരമായിട്ട് തുടരുന്നുമുണ്ട്. സംഭാഷണങ്ങൾ, അത് ഡയലോഗ്സ്, അത് ഇന്ന് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് വിമോചനം എന്ന് പറയുന്നത്, അതായത് ലിബറേഷൻ, സോഷ്യൽ റിബലേഷൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് വന്നു. മറ്റൊന്നാണ് മാനവീകരണം, ഹ്യൂമനൈസേഷൻ, മാനവീകരണം. അതായത് അതൊരു കൾച്ചറൽ റിഫോർമേഷനാണ്. അപ്പം അത് അവരുടെ വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും സ്വഭാവ രൂപീകരണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരു മാനവീകരണ രീതിയിലേക്ക് വരുന്ന ഒരു ഹ്യൂമനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ. അതായത് മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, അവരുടെ നീതി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ. മറ്റൊരു കാര്യമാണ് സാംസ്കാരിക നിരൂപണം, ഇൻകൾച്ചറേഷൻ, അതായത് സംസ്കാരവുമായിട്ട് അനുരൂപപ്പെടുന്ന ഒരു കാര്യം, സംസ്കാരവുമായിട്ട് നമുക്ക് ഏതെല്ലാം രീതിയിലൊക്കെ അനുരൂപപ്പെടുവാൻ കഴിയും. അതായത് ഒരു കൾച്ചറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെന്റിനും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പൊ കൾച്ചറിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം
പരമ്പരാഗതമായി ആചരിച്ചു വരുന്നതും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ചില പരിചയങ്ങളും ചില കലാരൂപങ്ങളും അവരുടെ രീതികളുമൊക്കെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം. അത് ആ സമൂഹത്തിൽ നിന്നും ഇത് പറയുന്ന ആളുകളെ, മിഷണറീസിനെ അകറ്റി നിർത്തും. കാരണം അവരുടെ സമൂഹത്തിനും അവരുടെ പരമ്പരാഗതമായ അവരുടെ സാംസ്കാരികമായ കാര്യങ്ങൾക്കും ഒക്കെ എതിരാണ് ഈ സുവിശേഷം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പ്രവേശനം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പൊ കൾച്ചറിനെ ബ്രേക്ക് ചെയ്യുവാനല്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇൻകൾച്ചറൈസേഷൻ, അതായത് കൾച്ചറിനോട് യോജിക്കുന്ന രീതിയിൽ. ഇപ്പൊ നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ള ആരെങ്കിലും ഒക്കെ കാണുമല്ലോ ഇതിനകത്ത്. നോർത്ത് ഈസ്റ്റിലെ ഓരോ സംസ്ഥാനത്തും, 7 സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്തും പല ഗോത്രങ്ങളും, ഓരോ ഗോത്രത്തിനും പരമ്പരാഗതമായ വസ്ത്രധാരണ രീതിയുണ്ട്. അവരുടെ ഷാളുകളൊക്കെ തന്നെ അത് നെയ്യുന്ന രീതി തന്നെ വ്യത്യാസമാണ്. അവരുടെ തലപ്പാവുകൾ വ്യത്യാസമാണ്. അവരുടെ ആഭരണങ്ങൾ വ്യത്യാസമാണ്. അവരുടെ ഡാൻസും അവരുടെ പാട്ടും ഒക്കെ വ്യത്യാസമാണ്. അവരുടെ ഭക്ഷണ രീതി പോലും ചിലയിടങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റിയ ശേഷം ഞങ്ങൾ കഴിക്കുന്നത് പോലെ നിങ്ങൾ കഴിക്കണം, ഞങ്ങൾ ഇടുന്നത് പോലെയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം എന്ന് അവരോട് ഫസ്റ്റിലെ പറയുന്നത് ആ സമൂഹത്തെ കൊട്ടിയടയ്ക്കുന്ന, ആ സമൂഹത്തിലേക്കുള്ള വാതിൽ അടച്ചു കളയുന്ന ഒരു രീതിയാണ്. ഇന്നും നമ്മുടെ പല സഭകളും, അതായത് ബെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ് സഭകളൊക്കെ അവരുടെ കൾച്ചറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ പരമ്പരാഗത ഷാളുകൾ ധരിക്കുവാനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട്. പഞ്ചാബിൽ നമുക്കറിയാം, പഞ്ചാബിൽ വലിയ ഉണർവ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പെന്തക്കോസ്ത് ഉണർവ് തന്നെ നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആളുകളാണ് കർത്താവിലേക്ക് പഞ്ചാബിൽ വന്നിരുന്നത്. അത് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പഞ്ചാബീസ് തന്നെ പല സമൂഹങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ഈ തലപ്പാവ് ഒക്കെ വെക്കുക, അല്ലെങ്കിൽ അവരുടെ ആ മുടി വളർത്തിയിടുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് മുറിച്ച് കളഞ്ഞിട്ട് തലപ്പാവ് എടുത്തു കളഞ്ഞ് തലമുട്ടയടിച്ച് മീശം പഠിച്ച് വരണമെന്ന് ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒരു പക്ഷെങ്കിൽ കുറച്ചാളുകൾ അത് അനുസരിച്ചേക്കും. പക്ഷെ ആ ഒരു സമൂഹത്തെ സുവിശേഷം എത്തിക്കുവാനുള്ള വാതിൽ നമ്മൾ എന്ത് ചെയ്യും? അടച്ചു കളയാണ്. കാരണം ഇവർ വന്നേക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞങ്ങളെയെല്ലാം സായിപ്പന്മാരാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരും. അപ്പം നമ്മൾ ഇന്നിപ്പോ കാണുന്ന പഞ്ചാബിലെ പല സഭകളിലും നമുക്കറിയാം, അവരുടെ പരമ്പരാഗതമായ തലപ്പാവുകളൊക്കെ ധരിക്കുവാനുള്ള അനുവാദത്തോടു കൂടി തന്നെയാണ് അവർ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഇൻകൾച്ചറൈസേഷൻ, അതായത് അനാവശ്യമായ അനാചാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതല്ല, ചില വ്യവസ്ഥാപിതമായ പരിചയങ്ങളെ തൊടാതിരിക്കുക, അല്ലെങ്കിൽ അവയോട് നമ്മൾ ബഹുമാനം കാണിക്കുക. കാരണം അവര് ബഹുമാനിക്കുന്ന കാര്യത്തെ നമ്മൾ ബഹുമാനിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഇൻകൾച്ചറലൈസേഷന്റെ ആവശ്യം ഉണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം വിശുദ്ധ ഗ്രന്ഥങ്ങളെ വളരെ പവിത്രമായിട്ട് കരുതുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്. പ്രത്യേകിച്ച് ഹൈന്ദവ ജനത എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളെ തൊട്ടു വണങ്ങുകയും അവയെ കുളിച്ചതിന് ശേഷം മാത്രം ആദരവോടുകൂടി പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർമാർ പറയായിരുന്നു, അവരുടെ മതഗ്രന്ഥങ്ങളെയൊക്കെ എന്ത് ചെയ്യും, വളരെ ആദരവോട്. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോയി ചാലിച്ച് തെളിച്ച് വന്നിട്ട് ഈ സാധനം എടുത്ത് ചുരുട്ടി കഷത്തി വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി സപ്താഹങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ, അയ്യോ ഇത് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമല്ലേ, തിരുവഴുത്തുകളെന്നല്ലേ ഇവര് പറയുന്നത്. അപ്പൊ അതിന് ഒരു ആദരവുമില്ല. അതിനകത്ത് വലിയ ദിവ്യത്വം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ദൈവവചനമല്ലേ. അപ്പൊ ആ ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പോലും ഒരു ഇൻകൾച്ചറലൈസേഷൻ ആവശ്യമാണ്. ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എം പി ചാക്കോ സാറിന് ഒരു വലിയ അബദ്ധം പറ്റിയത്, അത് വലിയ വിവാദമായിരുന്നു. സാർ ഓവർസറായിരിക്കുന്ന സമയത്താണ് തിരുവല്ലയെ വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ നമ്മൾ ദൈവവചനത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞ ശേഷം അത് താഴോട്ടിട്ട ജനമുണ്ടയ്ക്ക് കയറി നിന്നു. അത് പ്രസംഗമെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ചർച്ച ബോർഡിൽ വലിയ വിഷയമായി, ഭയങ്കര വിഷയമായിട്ട് സാറ് പിന്നെ അതിന് ക്ഷമയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തതെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം സാറ് ആ ആവേശത്തിന് അങ്ങ് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ ദോഷകരമായിട്ട് ചെയ്തതല്ല. അപ്പം ബൈബിളിനെ
നമ്മൾ കാണുന്ന പവിത്ര ഗ്രന്ഥത്തെ കാണുന്ന രീതി. അപ്പൊ അതുപോലെ തന്നെ ആരാധനാ സമയത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഇന്ന് നമുക്കറിയാം, ഇന്നും പലയിടങ്ങളിലും സന്ധ്യയ്ക്ക് വിളക്കുകൾ കത്തിച്ച് നാമം ജപിക്കുന്നവരാണ് നമ്മുടെ അയൽക്കാരായ പിന്നെ ഹൈന്ദവ സഹോദരങ്ങൾക്ക്. അവര് സന്ധ്യയായി കഴിഞ്ഞാൽ, അഥവാ ഇനിയും നാമം ജപിക്കുന്ന കൊച്ചവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിളക്കെങ്കിലും ഇവിടെ കത്തിച്ചു വെക്കും. നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നതിന് 7:30 8 ആകുമ്പോഴായിരിക്കും ഒരു പക്ഷെ. വിളക്കെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇടുന്നത് തന്നെ ഇതായിരിക്കും. പിന്നെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞ് പാത്രവും കഴുകി വെച്ച ശേഷമായിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. പണ്ട് കാലങ്ങളിൽ അവരുടെ നാമജപം നടക്കുമ്പോൾ ഇപ്പുറത്ത് പിന്നെ ക്രിസ്തീയ പാട്ടുകൾ ഭക്തിയോടുകൂടി പാടി ദൈവവചനം ഉറക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ആയിരുന്നു ഭവനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ കൾച്ചറൽ ആയിട്ടുള്ള ഇൻകൾച്ചറലൈസേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വന്നു. പിന്നീട് വന്നിട്ടുള്ള 5ാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. നമുക്കറിയാം, ഈ ഒരുപാട് സംഘടനകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതായത് കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുഴൽക്കിണറുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഗ്രാമവികസന പദ്ധതികളുടെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊടുക്കുക. അതായത് ഒരു തയ്യൽ കേന്ദ്രം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക. ഈ മിഷണറിമാരുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു മിഷണറി. നമുക്കറിയാം, ഐഡാസ്കറിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, നഴ്സിംഗിന്റെ ആരംഭം തന്നെ മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തിലൂടെയൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. കേരളത്തിലെ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചാലും ഭാഷയാകട്ടെ, നിഘണ്ടുവാകട്ടെ, വ്യാകരണമാകട്ടെ, സാഹിത്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആകട്ടെ, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ, ഭൂമിശാസ്ത്രമാകട്ടെ, ജ്യോതിശാസ്ത്രമാകട്ടെ, ഈ എല്ലാ ഏരിയയിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അതിന് ധാരാളം രേഖകളുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മിഷണറി പ്രവർത്തനങ്ങൾ മിയർ പ്രീച്ചിങ് എന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിന് ഇന്നിപ്പോഴുള്ള ഒരു വലിയ അക്യൂസേഷൻ എന്ന് പറയുന്നത്, ഇവര് സ്കൂൾ നടത്തുന്നത് കൺവേർഷന് വേണ്ടിയാണ്, അല്ലെ? ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലെല്ലാം ഉള്ള ഒരു വലിയ ആരോപണമാണ്. അത് വെറുതെ ഇരിക്കുന്ന സ്കൂളുകളിൽ പോലും ഒരു കാലത്ത് പോലും സുവിശേഷം പറയാതെ അവിടെ യേശുവിന്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ മാത്രമേ നടത്താറുള്ള അങ്ങനെയുള്ള കത്തോലിക്ക സ്കൂളുകളിൽ പോലും ആളുകൾ കയറി എന്ത് ചെയ്യും? നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറയും. അപ്പൊ അതിന്റെ മറുപടിയായിട്ടാണ് ഇന്ന് പല ആളുകളും വന്ന് സംസാരിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ശശി തരൂര് പോലെയുള്ള ആളുകള്, രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഒക്കെ വന്നു, ഞങ്ങളൊക്കെ മിഷൻ സ്കൂളിൽ പഠിച്ചതാണ്, ഞങ്ങൾ ആരും എന്ത് ചെയ്തില്ല, മതപരിവർത്തനം ചെയ്തില്ല. അപ്പൊ ഞങ്ങൾക്ക് അവര് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് പിന്നെ ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തന്നെ അതിനെ വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഏത് ഡെവലപ്മെന്റ് കാര്യവും എന്തിനു വേണ്ടിയാണ്? മതപരിവർത്തനം ചെയ്യാനാണെന്നുള്ള ഒരു വ്യാഖ്യാനം ഇന്ന് വന്നിട്ടുണ്ട്. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിന്റെ സ്നേഹം നിമിത്തമാണ്. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുന്നു. അപ്പൊ അവരെ എല്ലാം ഒറ്റയടിക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയല്ല. അപ്പൊ മദർ തെരേസ എത്രയോ വർഷങ്ങളായിട്ട്, അല്ലെ, കുഷ്ഠരോഗികളുടെ ഇടയിൽ, അനാഥരുടെ ഇടയിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. ആരെയും കൺവേർട്ട് ചെയ്തില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടാവും, ആ ഒരു സ്നേഹത്തിൽ ആകർഷരായി. ആരും ചെയ്യുവാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് അവർ. ഓടയിൽ നിന്നുള്ള ആളുകളെ എടുക്കുന്നു, കുഷ്ഠരോഗികളെ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു, അനാഥരെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇത് ഒരു കമ്മ്യൂണിറ്റിയുടെ സേവനത്തിന്റെ ഭാഗമായിട്ട് ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം ഈ ഒരു സുവിശേഷം അറിയിക്കുക, പ്രീച്ച് ദ ഗോസ്പൽ എന്നുള്ള ആ ഒരു മാനം മിഷൻസിന്റെ ഡെവലപ്മെന്റിൽ കുറച്ചും കൂടെ പുതിയ മാനങ്ങളിലേക്ക് കടന്നു വന്നു. അതിൽ ഒന്നാമത്തേതാണ് ഇന്റർ റിലീജിയസ് ഡയലോഗ്, അതായത് മതാന്തര സംവാദങ്ങൾ. നമ്മുടെ ന്യായങ്ങൾ നമ്മൾ പറയുന്നു, അവരുടെ ന്യായങ്ങൾ അവർ പറയുന്നു. അതിന്റെ
കാര്യങ്ങളെ തെളിയിച്ചു കൊടുക്കുന്ന ഒരു ഡയലോഗ് സംവിധാനം. അതായത് ഇന്നും അത് വളരെ വ്യാപകമായിട്ടുണ്ട്. പലയിടങ്ങളിലും അത് വലിയ ആക്രമണവും വിമർശനവും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പക്ഷെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വിമർശിക്കുന്നതിനേക്കാൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. ലിബറേഷൻ ആണ് രണ്ടാമത്തേത്, ഹ്യൂമനൈസേഷൻ ആണ് മൂന്നാമത്തേത്, കൾച്ചറേഷൻ ആണ് നാലാമത്തേത്, അഞ്ചാമത്തേത് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ രീതിയിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ, മിഷൻസ് ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യത്തെക്കുറിച്ച് പറയാനുള്ള കാര്യമില്ല. എന്നാൽ സുവിശേഷ ഘോഷണമാണ് മിഷൻസിന്റെ പ്രത്യേകതയെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷ ഘോഷണത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് നമ്മളതിനെ സുവിശേഷ വേല എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ 1910 എഡിൻബറോ കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. മിഷൻ ഹിസ്റ്ററി പഠിച്ച സമയത്ത് 1910 എഡിൻബറോയിൽ നടന്ന മിഷണറി കോൺഫറൻസ് ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ആയിരുന്നു, ഒരു പ്രഥമ കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസിൽ എൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ലോക സുവിശേഷീകരണം ഈ തലമുറയിൽ, ഇവാഞ്ചലൈസേഷൻ ഇൻ ദിസ് ജനറേഷൻ എന്നുള്ളതായിരുന്നു ആ എഡിൻബറോ കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പം യേശുവിനെ സമൂഹങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, യേശുവിനെ പ്രസംഗിക്കുക, ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് അവരെ ക്ഷണിക്കുക എന്നുള്ള ദൗത്യമാണ് സഭയ്ക്കുള്ളത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു കോൺഫറൻസ് ആയിരുന്നു എഡിൻബറോ കോൺഫറൻസ് എന്ന് പറയുന്നത്. ആ കോൺഫറൻസിൽ സുവിശേഷ വേലയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ അവര് പറഞ്ഞിരുന്നു. അത് കുറച്ചും കൂടെ തിയോളജിക്കൽ ഫോമിലേക്ക് പോകുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അത്രയും അങ്ങോട്ട് പോകുന്നില്ല. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവാണ് സുവിശേഷം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യേശുക്രിസ്തു ഇല്ലാതെ സുവിശേഷമില്ല. അപ്പൊ നാം കൊടുക്കുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം, ദൈവപുത്രനായ ക്രിസ്തുവിനെ ആയിരിക്കണം നാം കൊടുക്കുന്നത്. അപ്പൊ സുവിശേഷത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സദ്വാർത്തയാണ്. അപ്പം ഇതിനകത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മിഷൻസിന്റെ ലിബറേഷനും ഡയലോഗും ഹ്യൂമനൈസേഷനും ഡെവലപ്മെന്റും ഇൻകൾച്ചറലൈസേഷനും ഒക്കെ സുവിശേഷം കൊടുക്കുന്നതിന് പകരമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷം കൊടുക്കുന്നതിന് പകരമല്ല. അപ്പൊ ഒരു ഗ്രാമത്തിൽ പോയി ഒരു കിണർ കുത്തി കൊടുത്തേച്ച് പോന്നാൽ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ്. പക്ഷെ അത് സുവിശേഷീകരണത്തിന്റെ മിഷൻസിന്റെ ഒരു ഭാഗമാണെങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ ഗോസ്പൽ പ്രീച്ചിങ്ങിന്റെ പകരമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കിണർ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കിണർ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കൂടെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എൻട്രൻസും ഒരു അക്സെപ്റ്റൻസും അതുപോലെ നമ്മുടെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനവും ഒക്കെയാണ് നാം ചെയ്യുന്ന സാമൂഹ്യ സേവനം. സാമൂഹ്യ സേവനം കൊണ്ട് അവസാനിക്കുകയല്ല, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുകയാണ് മിഷൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് യേശു ക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഉപദേശങ്ങൾ എന്നിവയിലൂടെ രക്ഷാപദ്ധതി എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കണം. ഇന്ന് രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇന്നത്തെ ഒരുപാട് യോഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും കടന്നു വരുന്ന ആളിന് ആരാണ് ക്രിസ്തു എന്നോ എന്താണ് ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന രക്ഷയുടെ പ്രത്യേകതയെന്നോ ഒരിക്കലും മനസ്സിലാവുന്നില്ല. ആളുകൾക്ക് ആവശ്യം രോഗസൗഖ്യമാണ്, ആളുകൾക്ക് ആവശ്യം മക്കളുടെ വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയാണ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നു. അവര് ക്ഷേത്രത്തിൽ പോകുന്ന പോലെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിയോട് പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവചനമുള്ള ആളുകളാണെങ്കിൽ പ്രവചിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതൊക്കെ അവരുടെ തെറ്റായ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ഒരു മിനിസ്ട്രിയാണ്, ദൈവം അവരെ ഏൽപ്പിച്ച കാര്യങ്ങളാണ്. എന്നാൽ അവിടെ ലാക്ക് ചെയ്യുന്നത്, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം കൊടുക്കാത്തിടത്തോളം കാലം ഇവാഞ്ചലൈസേഷൻ നടക്കുകയില്ല. എങ്കിൽ മാത്രമേ അത് സഭയുടെ മിഷനായിട്ട് മാറുകയുള്ളൂ. അപ്പം
യേശുക്രിസ്തുവാണ് സുവിശേഷം. ക്രൈസ്റ്റ് ഈസ് ദ ഗോസ്പൽ. അത് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ മിഷൻ പഠനത്തിൽ പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത്രയും ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ വിഷയങ്ങളിൽ മിഷന്റെ അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ സുവിശേഷ വേലയെ കാണും. മിഷൻസിനെ നമ്മൾ മിഷനും സുവിശേഷ വേലയും തമ്മിലുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയണം. അപ്പം മിഷൻ എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ച് ഒരു ബഹുവിധമായ ദൗത്യമാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഈ സുവിശേഷ ഘോഷണത്തെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി ആ ഒരു പദം വരുവാൻ കാരണം പരമ്പരാഗത സഭകളുടെ ആരാധനയ്ക്ക് ലിറ്റർജി എന്നാണ് അല്ലെ, ലിറ്റർജിക്കൽ വർഷിപ്പാണ് ആരാധനയിലുള്ളത്. നമുക്കും അങ്ങനെയാണ്. നമുക്ക് എഴുതപ്പെട്ട് വെച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ആരാധന എന്ന് പറഞ്ഞ ഒരു ലിറ്റർജിക്കലാണ്. നമ്മൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, സാക്ഷ്യം പറയുന്നു, വചനം കേൾക്കുന്നു, തിരുവത്താഴം സ്വീകരിക്കുന്നു. ആ ഒരു ഓർഡർ. സോ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ലിറ്റർജി എന്ന് പറയുന്നത്. ആരാധനയാണ് നമ്മൾ ലിറ്റർജി എന്ന് പറയുന്നത്. അല്ല കുർബാനക്രമം വായിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ലിറ്റർജി നമ്മുടെ ആരാധന. അപ്പൊ ആ ആരാധന യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ഒരു കടപ്പാടും കൂടെ. ദൈവത്തോടുള്ള ഒരു കടപ്പാടാണ് ആരാധന. നാം ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം, ദൈവത്തെ നമസ്കരിക്കണം, സർവാംഗ പ്രണാമം നടത്തണം. അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഗാനങ്ങൾ പാടിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആരാധന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യഹൂദന്മാരുടെ സമൂഹത്തിലും ആ സമൂഹം അനുവർത്തിച്ചു വന്ന ആരാധനാ സംവിധാനത്തെ പിൻപറ്റിയാണ് ക്രിസ്തീയ ആരാധനയും വികാസം പ്രാപിച്ചു വന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കർത്താവിന്റെ അത്താഴം, അല്ലെങ്കിൽ കർത്തൃമേശ ആചരിക്കുക എന്ന് പറയുന്നത്, കർത്താവിനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ലിറ്റർജിയിലെ അല്ലെങ്കിൽ ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ പരമ്പരാഗത സഭകളുടെ, പ്രത്യേകിച്ചും കത്തോലിക്ക, ഓർത്തഡോക്സ്, മാർത്തോമ ഇങ്ങനെയുള്ള സഭകളുടെ ആരാധന നോക്കിയാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് നമുക്ക് അവിടെ കാണാം. രണ്ടാമതായിട്ട് അവര് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം കർത്തൃമേശയ്ക്കാണ്, അല്ലെങ്കിൽ തിരുവത്താഴത്തിന്. അത് ദിവ്യ ബലി എന്നൊക്കെയാണ്, മറ്റൊരു പേരിലൊക്കെയാണ് കത്തോലിക്ക സഭ പറയുന്നത്. അപ്പം അവരാചരിക്കുന്ന രീതിയിലും അവരുടെ ചൊല്ലിന്റെ രീതിയിലും അവരുടെ ചില വിശ്വാസ കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് കർത്താവിന്റെ ക്രൂശുമരണത്തെ അനുസ്മരിക്കുകയാണ്. അപ്പൊ ക്രൂശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മേശ ആചരിക്കുക എന്നുള്ളത്, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരാധന. അപ്പൊ ആരാധന എന്ന് അല്ല പറയുന്നത്, എന്താണ്? കുർബാന എന്നാണ്. ആരാധന അവരെ സംബന്ധിച്ച് കുർബാന, നമ്മളെ സംബന്ധിച്ച് ആരാധന സഭായോഗമാണ്. അപ്പൊ നമുക്ക് ധാരാളം മറ്റ് ഘടകങ്ങൾ അതിനകത്ത് ഉണ്ട്. എന്നാൽ നമ്മളും കർത്തൃമേശ ആചരിക്കുകയും കർത്താവിനെ അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാൽ നമ്മളുടെ ആരാധനകളിൽ വ്യത്യാസപ്പെട്ടു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സെന്റേർഡ് ആവുന്നില്ല എന്നുള്ളത്. നമ്മൾ ക്രൈസ്റ്റ് സെന്റേർഡ് ആവുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾ ആരോടാണ്? അതായത് ആരോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ആരോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? നമ്മുടെ പാട്ടുകളിൽ നമ്മൾ നമ്മളോട് തന്നെയാ പറയുന്നത്, അല്ലേ? സ്തുതിക്കും ഞാൻ, അല്ലേ? അതും നമ്മളോടൊക്കെ തന്നെയാ പറയുന്നത്. അപ്പം ഞാൻ എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗത്തിലാണ് നമ്മുടെ പാട്ടുകൾ. സാക്ഷ്യം അങ്ങനെ തന്നെയാണ്, അല്ലെ? ഇന്ന് പകൽക്കാലം ഇവിടെ വരുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെ? അപ്പം സാക്ഷ്യം അങ്ങനെയായി. പിന്നെ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റർ ആരോടാ പറയുന്നത്? നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളോടാ പറയുന്നു. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ഇരിക്കുന്ന ജനത്തോട് സംസാരിക്കുകയാണ്. സോ എപ്പോഴാണ് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിഞ്ഞത്? എപ്പോഴാണ് നമ്മൾ ദൈവത്തോട് സംസാരിച്ചത്?
സംസാരിച്ചില്ല. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്ന ആ ഒരു ആരാധന നമ്മൾ കുറ്റവും പറയും. ഞാനതിനെ അങ്ങനെ ചെല്ലണമെന്നല്ല പറയുന്നു. പക്ഷെങ്കിൽ ആരാധനയുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, അല്ലേ? മരണമില്ലാത്തവനെ നീ പരിശുദ്ധ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ രാജാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പൊ അതിനകത്തുള്ള ഒരു ഭക്തിയുടെ ആത്മാവും ഒക്കെ വ്യത്യാസമാണ്. അങ്ങനെ ചൊല്ലുവാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. അതുപോലെ പിന്നെ അതുപോലെയുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ ആ ത്രിയേക ദൈവത്തിന്റെ ഒരു ആരാധനയുടെ സ്പർശനം അവിടെ ഉണ്ടാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിന്നീട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നുള്ളത് കൊണ്ട് ഒരു കംപ്ലീറ്റ് തിയോളജിയുടെ ഒരു റിസൈറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. കംപ്ലീറ്റ് തിയോളജിയുടെ ഒരു റിസൈറ്റേഷൻ, വിശ്വാസ പ്രഖ്യാപനം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില എലിമെന്റ്സും കൂടെ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിലുള്ള ചില കാര്യങ്ങളും കൂടെ വേർപെട്ട സമൂഹത്തിന്റെ ആരാധനയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് അതേപടി ചൊല്ലുവാൻ വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂടുതൽ സമയമെടുക്കുന്ന, ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള ഗാനങ്ങൾ പാടുന്ന, ദൈവത്തെ സ്തുതിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആ ഒരു ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള ആരാധനാക്രമങ്ങൾ ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു മിഷണറി ദൗത്യം എന്ന് പറയുന്നത് ആരാധന അധിഷ്ഠിതമായ ഒരു മിഷനാണ് ചർച്ചിനുള്ളത്. അതായത് വർഷിപ്പ് സെന്റേഡ് മിഷൻ എന്ന് നമുക്ക് അതിനെ പറയാം. വർഷിപ്പ് സെന്റേഡ് മിഷൻ. ആരാധനയിലൂടെ ഗോസ്പൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദി വർഷിപ്പ്. ആരാധന എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഒരു ആഘോഷമാണ്. സുവിശേഷത്തെ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ ആരാധനയിലൂടെ സുവിശേഷത്തെ, അതായത് ഗോസ്പലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഘോഷിക്കുന്നു. അതിനെ സന്തോഷത്തോടെ പൂർവ്വം നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ ആരാധനാ മധ്യേ നമ്മുടെ പ്രീച്ചിങ് ഉണ്ട്. അപ്പൊ പ്രീച്ചിങ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആരാധനാ മധ്യേ സുവിശേഷം പങ്കുവെക്കുകയാണ്. സുവിശേഷം എന്ന് പറഞ്ഞ ആരാണ്? ക്രൈസ്റ്റാണ്. അപ്പം ക്രിസ്തുവിനെ ആരാധനാ മധ്യേ നമ്മുടെ ജനത്തിന് പങ്കുവെക്കുന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്ന ഒരു വസ്തുത, അത് പൗരസ്ത്യ തിയോളജിയിൽ, ദൈവശാസ്ത്രത്തിൽ ആരാധന എന്ന് പറയുന്നത് ദേവാലയത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു വസ്തുതയല്ല. പള്ളിയിലെ കുർബാനയല്ല ആരാധന. ഏത് തിയോളജിയിലാണ്? ഓർത്തഡോക്സ് തിയോളജിയിൽ, അല്ലെങ്കിൽ ഓറിയന്റൽ തിയോളജിയിൽ, ഈസ്റ്റേൺ തിയോളജിയിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. ആരാധന എന്ന് പറയുന്നത് സകല ജനങ്ങൾക്കും വേണ്ടി സഭ അനുഷ്ഠിക്കുന്ന ഒരു സാക്രമെന്റാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചർച്ചിലെ ആരാധന എന്ന് പറയുന്നത്. അപ്പം ലോകത്ത് ആകമാനമുള്ള എല്ലാ ജനസമൂഹത്തിനും വേണ്ടി സഭ നിരന്തരമായി നിർവഹിക്കുന്ന ഒരു കൂദാശ എന്നുള്ള പദം സാക്രമെന്റ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു മിഷൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സുവിശേഷത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആരാധനയിൽ സുവിശേഷം സഭയിൽ പ്രസംഗിക്കപ്പെടുന്നു. ആരാധനയ്ക്കു ശേഷം സഭ സുവിശേഷം പുറത്ത് പ്രഖ്യാപിക്കുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആരാധനകളിലൊക്കെ ആശീർവാദം പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു: നിങ്ങൾ ഈ ബലത്തോടെ പോയി എൻ്റെ സാക്ഷികൾ ആകുകയും, അല്ലേ? അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ പറയുമായിരുന്നു. അന്ന് ആ കാലത്തുള്ള ഒരു ടാർഗറ്റഡ് ആയിരുന്നു. ഇപ്പൊ ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളാകുകയും എന്ന് പറയുവാൻ. അത് എവിടെ നിന്നാണ്? അത് യഥാർത്ഥത്തിൽ പൗരസ്ത്യ ലിറ്റർജിയിൽ തന്നെ അങ്ങനെയുണ്ട്. കാരണം ആരാധനയ്ക്ക് ശേഷമായിട്ട് ജനത്തെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് പുറത്തുവിടുന്നത്. പള്ളി പിരിയുന്നത് എന്തിനു വേണ്ടിയാ? പള്ളി പിരിയുന്നത് സാക്ഷ്യത്തിന് വേണ്ടിയാണ്. പള്ളിയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധനയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്നു, ആരാധനയ്ക്ക് ശേഷം പള്ളി പിരിയുന്നു. എന്തിനു വേണ്ടി? സാക്ഷ്യത്തിന് വേണ്ടി. ഈ സാക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും പരസ്യയോഗം നടത്തുന്നതോ, അല്ലെങ്കിൽ ഒരു കൺവെൻഷന് പോകുന്നതോ, എവിടെയെങ്കിലും സമയം കിട്ടുമ്പോൾ ട്രാക്ട് കൊടുക്കുന്നതോ അല്ല. ആ ജീവിതം മുഴുവൻ
ആ പള്ളി പിരിഞ്ഞു പോകുന്ന വിശ്വാസ സമൂഹത്തിന്റെ ജീവിതം അടുത്ത ആരാധനയിൽ പള്ളിയിലേക്ക് വരുന്നത് വരെയുള്ള സമയത്ത് എന്തായിരിക്കണം? മുഴു ലോകത്തിനും വേണ്ടിയുള്ള സുവിശേഷമായ ഒരു സാക്രമെന്റ് ആയിരിക്കണം, സാക്രമെന്റൽ ലൈഫ് ആയിരിക്കണം. അപ്പൊ അവരുടെ എല്ലാ ജീവിത രംഗങ്ങളിലും ഈ ഒരു ദൗത്യം ഉണ്ടായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്? ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. അപ്പം പള്ളിക്കകത്തുള്ള ആരാധന മാത്രമല്ല, ആരാധനയ്ക്ക് ശേഷമുള്ള ലിറ്റർജി എന്ന് പറയുന്നത് ആരാധനയ്ക്ക് ശേഷം അകത്തു വരുന്നവർ പുറത്തുപോയി കർത്താവിനെ സാക്ഷിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം സഭയുടെ മിഷണറി ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. അവർ അകത്തു വരികയും പുറത്ത് പോവുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. സോ അകത്തു വരുന്നത് ലിറ്റർജി, പുറത്തു പോകുന്നത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. അപ്പൊ അതെന്തിനു വേണ്ടിയാണ്? സാക്ഷ്യത്തിന് വേണ്ടിയാണ് പുറത്തു പോകുന്നത്, ക്രിസ്തുവിനെ നൽകുന്നതിന് വേണ്ടിയാണ് പുറത്തു പോകുന്നത്. അപ്പൊ സഭയുടെ ആരാധനാനുഭവം എങ്ങനെയാണ് ദൈവജനത്തെ സന്തോഷിപ്പിക്കുന്നത്, ദൈവജനത്തെ നയിക്കുന്നത്, അവരെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളത് പോലെ തന്നെയുള്ള കാര്യമാണ് ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന, അല്ലെങ്കിൽ ആരാധനയ്ക്ക് ശേഷമുള്ള ദൗത്യ നിർവഹണം സമൂഹത്തിന് വേണ്ടിയുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആലോചനയായിട്ട് മാറുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് ശേഷം പുറത്തു പോകുമ്പോൾ, അല്ലെ, ആശീർവാദത്തോടു കൂടി നാം പുറത്ത് ഇറങ്ങുമ്പോൾ അത് ആരാധന അവിടെ അവസാനിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ആശീർവാദത്തോടു കൂടി സഭായോഗം എന്ത് ചെയ്യട്ടെ, സഭായോഗത്തിന്റെ ആ ഒരു ചടങ്ങ് അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ആരാധന അവിടെ അവസാനിക്കുന്നില്ല. ആ ആരാധന എന്ത് ചെയ്യുന്നു? സമൂഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലാകാം, പ്രാക്ടിക്കൽ കൊടുക്കുന്ന രീതിയിലാകാം, ഒരു രോഗിയെ സന്ദർശിക്കുന്ന രീതിയിലാകാം, ഒരു പ്രാർത്ഥന ഒരു വീട്ടിൽ പോയി നടത്തുന്നതാകാം, ഒരാളോട് കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കുന്നതാകാം, ഒരാളെ ധൈര്യപ്പെടുത്തുന്നതാകാം. സോ ധാരാളം മാർഗങ്ങളിലൂടെ ഈ ആരാധന കണ്ടിന്യൂ ചെയ്യുന്നു, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. അപ്പം അത് യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ്. നമ്മള് ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരവും രക്തവും നാം തിരുവത്താഴത്തിലൂടെ സഭയിൽ വെച്ച് നാം സ്വീകരിക്കും. ക്രിസ്തുവിന്റെ ശരീരത്തെ, ക്രിസ്തുവിന്റെ രക്തത്തെ, ക്രിസ്തുവിന്റെ രക്ഷാകരമായ ദൗത്യത്തെ അതിനുശേഷം നാം സമൂഹത്തിന് കൊടുക്കുന്നു. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദർശനം ആയിരിക്കണം. ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരാധനയുടെ എക്സ്റ്റൻഷനാണ് മിഷൻ എന്ന് പറയുന്നത്. അത് സൺഡേ വർഷിപ്പിൽ അവസാനിക്കുന്നില്ല, മറിച്ച് ജീവിതത്തിൽ ഉടനീളം കണ്ടിന്യൂ ചെയ്യുന്നു. ആ ലിറ്റർജി കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് നമ്മുടെ മിഷൻസിന്റെ ദൈവശാസ്ത്രപരമായ മറ്റൊരു വീക്ഷണം എന്ന് പറയുന്നത്. സോ കൾച്ചർ ആൻഡ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അതിന് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് പഠിക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക, അതിനുശേഷം. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഓ ആന്റി, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ ഇടയ്ക്ക് യൂറിൻ ലീക്ക് ആവുന്നുണ്ട്, ഇൻഫെക്ഷൻ ഉള്ളില്. ശരി. സംസാരിക്കോ? ചില സമയത്ത് പറയും, അർത്ഥമുള്ള കാര്യമൊന്നുമല്ല, എന്തേലുമൊക്കെ പറയും. ചില സമയത്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് നല്ല ഇതായിരുന്നു, പക്ഷെ ഇന്നലെ രാവിലെ സയൻസ് സാർ വിളിച്ചു കഴിഞ്ഞപ്പോ ഒന്നും അറിയത്തില്ല. Next, we can discuss about the mission and the culture. Mission and the culture. മിഷണറി ദൗത്യത്തിൽ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് സംസ്കാരത്തോടുള്ള സമീപനം.
പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ബഹുവിധ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. ബഹുവിധ സംസ്കാരം. അപ്പം മിഷൻസിനെ നമ്മൾ ഏഷ്യൻ കോണ്ടക്സ്റ്റിൽ പഠിക്കുന്ന ഒരു രീതിയും മിഷൻസിനെ നമ്മൾ ഏഷ്യൻ കോണ്ടക്സ്റ്റിൽ പഠിക്കുന്ന രീതിയുണ്ട്. നമ്മുടെ ഇന്നത്തെ ദൈവശാസ്ത്രപരമായ പഠനങ്ങളെല്ലാം ഏഷ്യൻ കോണ്ടക്സ്റ്റിലാണ്. കാരണം വെസ്റ്റേൺ കോണ്ടക്സ്റ്റിൽ നമുക്കത് പഠിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അതിനെ നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പം ഇവിടെ സംഭവിച്ച ഒരു അപജയം, മിഷൻസിൽ സംഭവിച്ച ഒരു അപജയം കൊളോണിയലിസമാണ്. കൊളോണിയലിസം, കോളനി വാഴ്ച. കോളനി വാഴ്ചയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മെസ്സേജ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഒരു കൊളോണിയൽ പവറായിട്ടാണ് സമൂഹം കണ്ടത്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശമാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഏകദേശം 200 വർഷത്തോളം. 100 വർഷം കഴിഞ്ഞിട്ട് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? 100 വർഷത്തോളം ഇന്ത്യയിൽ ഭരിച്ചു. അപ്പം ഇവിടുത്തെ ആദ്യകാലം മിഷണറിമാരെന്ന് പറയുന്നതെല്ലാം വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. കൂടുതലും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യൻ സമൂഹം കണ്ടത് കൊളോണിയൽ പ്രൊഡക്റ്റ് ആയിട്ടാണ്. കൊളോണിയൽ സമൂഹത്തിന്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഇത് ഏഷ്യൻ സമൂഹമായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഏഷ്യൻ സമൂഹമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതൊരു വൈദേശിക മിഷണറി മൂവ്മെന്റ് ആയിട്ട് മാറി. അതിന് പ്രധാനപ്പെട്ട കാരണം the modern missionary movement has been in progress for over 200 years. 200 വർഷത്തോളമായി നമ്മുടെ മിഷണറി മൂവ്മെന്റുകൾ, അതായത് സഭയുടെ അംഗീകാരത്തോടു കൂടിയുള്ള മിഷണറി മൂവ്മെന്റുകൾക്ക് 200 വർഷത്തിന്റെ പാരമ്പര്യമാണ് ഉള്ളത്. അപ്പം അതിനെ നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? നോക്കിക്കാണുന്നത് ഫ്രം ദി വെസ്റ്റ് ടു ദ റെസ്റ്റ്. അങ്ങനെയാണ് അതിനെ ഒരു ആള് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രം ദ വെസ്റ്റ് ടു ദ റെസ്റ്റ്. അതായത് പടിഞ്ഞാറ് നിന്നും ലോകത്തിന്റെ മറ്റ് വൻകരകളിലേക്ക്, മറ്റ് ഭാഗങ്ങളിലേക്ക്, പടിഞ്ഞാറ് നിന്നും മറ്റ് ഭാഗങ്ങളിലേക്ക് എന്നുള്ള ഒരു രീതിയിലാണ് അത് വന്നത്. ഇറ്റ് ഹാസ് യൂഷ്വലി ലുക്ക് ലൈക്ക് എ മൂവ്മെന്റ് from the west to the rest, and evangelism has been accompanied by literacy, education, medicine, agriculture and technology of many different kinds. സുവിശേഷം ഇങ്ങനെ വെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെയായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മിഷൻസിന്റെ ബഹുവിധമായ ഭാവങ്ങളോടുകൂടിയാണ്. അതായത് അക്ഷര വിദ്യാഭ്യാസം, സാക്ഷരത നൽകുക, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നൽകുക, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുക, അഗ്രികൾച്ചർ, കൃഷിയിൽ. വില്യം കേരിയൊക്കെ കൃഷിയെ വളരെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. അഗ്രികൾച്ചർ മാത്രമല്ല, ഹോർട്ടിക്കൾച്ചർ പോലും, ഈ പൂന്തോട്ടം, പുഷ്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ആളാണ്. ആൻഡ് ടെക്നോളജി, പിന്നീട് സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രസ്സുകൾ സ്ഥാപിക്കുക, സർവേ ചെയ്യാനുള്ള, ഭൂമിയെ സർവേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജിക്കൽ ഭാഗങ്ങളിൽ പിന്നീട് കമ്പ്യൂട്ടർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മേഖലകളിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ എല്ലാമാണ് ഇവാഞ്ചലിസത്തിന്റെ ഒരു മുഖം മിഷണറി മൂവ്മെന്റുകളിലൂടെ ഉണ്ടാവുന്നത്.
മിഷണറിമാർ വന്നപ്പോൾ അവരുടെ കൾച്ചറും കൂടെ അവരോടൊപ്പം കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടന്റെ കൾച്ചർ കൊണ്ടുവന്നു, ഇംഗ്ലീഷുകാർ വന്നപ്പോൾ ഇംഗ്ലീഷ് കൾച്ചർ കൊണ്ടുവന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഏഷ്യയിലേക്ക് സുവിശേഷവുമായി വന്നത് യൂറോപ്യൻസും അതുപോലെ ബ്രിട്ടീഷ് മിഷണറി മൂവ്മെന്റുകളും. അപ്പൊ അവർ വന്നത് നല്ല ഡെവലപ്മെന്റ് ആയിട്ട് നല്ല കാര്യങ്ങളുമായിട്ടാണെങ്കിലും അവർ വന്നപ്പോൾ അവരുടെ കൾച്ചറും കൂടെയാണ് അവർ കൊണ്ടുവന്നത്. അവരുടെ കൾച്ചറും കൂടെ അവർ കൊണ്ടുവന്നു. ഈ കൾച്ചറും കൂടെ വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? അവര് ഇവിടെ സംടൈംസ് ദീസ് ബെനിഫിറ്റ്സ് വർ ഗിവൺ ടു ദ ലോക്കൽ പീപ്പിൾ ബൈ ഫോഴ്സ്. സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു, അതുപോലെ തന്നെ അവര് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തു. അപ്പൊ ഇത് അവരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് ഇത് കൊടുക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന അതിന്റെ ഫലമായിട്ട് ഇവിടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, Christianity went forward on the wave of Western prestige and power. ക്രിസ്ത്യാനിറ്റി എങ്ങോട്ട് സഞ്ചരിച്ചു? പാശ്ചാത്യ സംസ്കാരത്തിലേക്കും അതിൻ്റെ മൂല്യങ്ങളിലേക്കും സഞ്ചരിച്ചു. അതിൽ മിഷൻ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ എപ്പോഴും അങ്ങനെ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ മിഷണറി മൂവ്മെന്റുകളുടെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മളുടെ പല രീതികളും മിഷണറി മൂവ്മെന്റുകൾ ഇവിടെ സംഭാവന ചെയ്ത കൾച്ചറാണ് എന്ന് കാണുവാൻ കഴിയും. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ മോശപ്പെടുത്താൻ വേണ്ടിയല്ല. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർക്ക് പണ്ട് കാലത്ത് കുടുംബി ഉണ്ടായിരുന്നു. കുടുംബി എന്ന് പറഞ്ഞാൽ അറിയാമോ? കുടുംബി എന്ന് പറഞ്ഞാൽ ഈ മുടി ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കുറച്ച് വളർത്തുന്ന രീതി, കുഞ്ഞ നമ്പ്യാരെ പോലൊക്കെ ഇങ്ങനെ വളർത്തുന്ന രീതിയാണ് വെച്ച് കെട്ടുന്നത്. പക്ഷെ അത് ക്രൈസ്തവർക്ക് മുൻകുടുംബിയായി, മുമ്പിൽ ഇങ്ങനെ കുടുംബി വെച്ച് കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാര് ഇവിടെ വന്ന സമയത്ത് ഈ ക്രിസ്ത്യൻസിനെ, ഇവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ക്രിസ്ത്യൻസിനെ ഐഡന്റിഫൈ ചെയ്തത് അവരുടെ മുൻകുടുംബി വെച്ചുകൊണ്ടാണ്, മുമ്പിലുള്ള കുടുംബിയെ വെച്ചുകൊണ്ടാണ്, മുടിക്കെട്ടിനെ കണ്ടുകൊണ്ടാണ് അവര് അത് ചെയ്തിരുന്നത്. അപ്പം ഒരു സാംസ്കാരികമായിട്ട് വളരെയധികം വ്യത്യസ്തതകളുള്ളതും പ്രാചീനവുമായ ഒരു സംസ്കാര രീതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. കാരണം വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണ രീതിയിലായാലും വീട് വെച്ച് താമസിക്കുന്ന കാര്യത്തിലായാലും ആചാരാനുഷ്ഠാനങ്ങളിലായാലും ഒക്കെ വളരെ പ്രാകൃതമായ ഒരു രീതിയിൽ ഉള്ള ഒരു സമൂഹമായിരുന്നു എന്ന് കാണാം. പക്ഷെ മിഷണന്മാരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഫോറിൻ മിഷൻസിന്റെ പ്രവർത്തനം മൂലം അവരുടെ കൾച്ചറിന്റെ സ്വാധീനം ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് അത് സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് മറ്റ് മേഖലകളിലേക്ക് സുവിശേഷവുമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു തടസ്സം നേരിടുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഈ കൾച്ചറലായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വരുവാനൊന്നും കഴിയത്തില്ല. കാരണം അത് ഓരോ കാര്യവും അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാത്രമേ നമുക്കതിനെ നിർവചിക്കുവാനും അതിനെ അനുവദിക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെ കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് മിഷൻസിന്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ, ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭ കാലഘട്ടത്തിൽ എല്ലാ മിഷണറിമാരും, ക്രിസ്ത്യൻ മിഷണറീസ് എന്ന് പറയുന്നത് ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അപ്പോസ്തലന്മാർ യഹൂദന്മാരായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ, യെരുശലേമിലെ ക്രിസ്ത്യാനികൾ എല്ലാം യഹൂദന്മാരായിരുന്നു. അതുകൊണ്ട് അവര് ആ ഒരു രീതിയിലാണ് ക്രിസ്തീയ ആരാധനയെ വികസിപ്പിച്ചു കൊണ്ടുവന്നതും അവരുടെ ആചാര രീതികളെല്ലാം അങ്ങനെയായിരുന്നു എന്ന് കാണാം. എന്നാൽ ചർച്ച് അധികം വൈകാതെ തന്നെ യഹൂദ സമൂഹം വിട്ട് വിജാതീയ സമൂഹങ്ങളിലേക്ക് പോവുകയാണ്, മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോകുകയാണ്.
അപ്പൊ അങ്ങനെ മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ക്രിസ്തുവിശ്വാസത്തോട് ആകർഷണീയത തോന്നുകയും അവര് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആരംഭകാലത്ത് സംഭവിച്ച കാര്യം, ക്രിസ്ത്യാനിറ്റിയോടുണ്ടായിരുന്ന വൈരാഗ്യം, വിരോധം, അതിന്റെ വൈമുഖ്യം കാരണം ക്രിസ്ത്യാനികൾ 1, 2, 3 നൂറ്റാണ്ടുകളിൽ പീഡനം സഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇവര് ജൂവിഷ് ക്രിസ്ത്യൻസ് ആയിരുന്നു, യഹൂദ കൾച്ചറിലായിരുന്നു ഇവർ ജീവിച്ചത്. ഇവര് പോയ ഇടങ്ങളിലൊക്കെ ഇവരെ പീഡിപ്പിക്കപ്പെടുന്ന, ഇവരെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്ന് റോമൻ എംപറേഴ്സും ഒക്കെ അവരെ പീഡിപ്പിക്കുന്നു, യഹൂദ മത നേതാക്കന്മാർ അവരെ പീഡിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് കടന്നു വരുന്നത്. എന്നാൽ എംപറർ കോൺസ്റ്റന്റൈന്റെ സമയത്ത് കോൺസ്റ്റന്റൈന്റെ ഒരു ദർശനം മൂലം കോൺസ്റ്റന്റൈൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് തീരുന്നു. അത് AD 312 അപ്പൊ AD 312 അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മിലാൻ വിളംബരം ഉണ്ടാകുന്നു. മിലാനിൽ വെച്ച് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്നു. 325 അദ്ദേഹം എല്ലാ ക്രിസ്തീയ അധ്യക്ഷന്മാരുടെയും യോഗം വിളിച്ചു കൂട്ടുകയും നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു യോഗം വിളിച്ചു കൂട്ടി. അവരോട് അതിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു. 300-ലധികം അധ്യക്ഷന്മാർ അതിനകത്ത് പങ്കെടുത്തു. അതാണ് നിക്യ സുനഹദോസ് എന്ന് പറയുന്ന ആദ്യത്തെ കോമൺ കൗൺസിൽ എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പൊ ആ ഒരു സംഭവത്തോടു കൂടി വലിയൊരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവുകയാണ്. ചർച്ചിൽ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവുകയാണ്. അതായത് ആ സമയത്ത് ധാരാളം ആളുകൾ, വിജാതീയരായ ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം പീഡനങ്ങൾ അവസാനിക്കുന്നു, ചക്രവർത്തി ക്രിസ്ത്യാനിയാകുന്നു, റോമൻ സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് ക്രിസ്ത്യാനിറ്റി മാറുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ധാരാളം ആളുകൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെട്ട് ആളുകൾ ക്രിസ്തുവിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സംഭവിച്ച കാര്യം, പീപ്പിൾ ഹാഡ് ന്യൂ റീസൺസ് ഫോർ ജോയിനിങ് ദ ചർച്ച് ആൻഡ് ഓഫൺ ദേ ഹാഡ് നോ ലോയൽറ്റി ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടോ ഭക്തി കൊണ്ടോ ആയിരുന്നില്ല ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത്. അവർക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ജോലി കിട്ടുന്ന കാരണം ഉണ്ടായിരുന്നു, പിന്നെ ചക്രവർത്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് യഥാർത്ഥ വിശ്വാസം ഇല്ലാതെ ധാരാളം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും there was no longer any difference between the church and society. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സമൂഹവും സഭയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത, അതായത് സാധാരണ സമൂഹവും ഈ സഭയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ദി എംപറർ വാസ് ദ ഹെഡ് ഓഫ് ബോത്ത് സൊസൈറ്റി ആൻഡ് ദി ചർച്ച്. അപ്പൊ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സമയത്ത് സഭയുടെ അധ്യക്ഷന്മാരെ രാജ്യത്തിന്റെ അധ്യക്ഷന്മാരായിട്ട് അല്ലെങ്കിൽ ഭരണാധികാരികളായിട്ടും കൂടെ നിയമിക്കുന്ന ഒരു രീതി ഉണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു ചക്രവർത്തിയെ, ആ ചക്രവർത്തി കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിരുന്നു. അതുപോലെ റോമിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും റോമിലെ ബിഷപ്പ് റോമിന്റെ ഭരണാധികാരിയും കൂടിയാണ്, ഇറ്റലിയുടെ ഭരണാധികാരിയും കൂടിയാണ്. വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് പോപ്പ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു രാജ്യവും കൂടിയാണ്, ആ രാജ്യത്തിന്റെ ഭരണവും കൂടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സംവിധാനം ഇപ്പോൾ മറ്റെങ്ങുമില്ല, വത്തിക്കാനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പണ്ട് കാലങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം റോമൻ സാമ്രാജ്യത്തിൽ പല സ്ഥലങ്ങളിലും ബിഷപ്പുമാരെ ചക്രവർത്തിയുടെ ഉത്തരവാദിത്വം കൂടെ കൊടുത്ത് ഭരണാധിപന്മാരാക്കി വെച്ചു. അതുപോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള കൺവിക്ഷൻ ഇല്ലാതെ ധാരാളം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു. അപ്പം ഇത് എന്ത് സംഭവിച്ചു? സൊസൈറ്റിയും ചർച്ചും. അപ്പൊ യഥാർത്ഥത്തിൽ സൊസൈറ്റിയും ചർച്ചും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. എക്ലീഷ്യ എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ഔട്ട് ആൻഡ് കോൾഡ് ഔട്ട് ഫോർ എ പർപ്പസ് എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് എക്ലീഷ്യ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അങ്ങനെ വന്നപ്പോൾ ദ ചർച്ച് ലോസ്റ്റ് ഇറ്റ്സ് സെൻസ് ഓഫ് മിഷൻ. ചർച്ചിന്റെ ദൗത്യബോധം അവിടെ നഷ്ടപ്പെടുകയാണ്. ചർച്ച് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള കാര്യം ഈ ഒരു ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ അതിന് നഷ്ടപ്പെട്ടതായിട്ട് നാം കാണുന്നു. അങ്ങനെ ദ ചർച്ച് ബിക്കെയിം ആൻ ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദി ഓർഗാനിസം ഡ്രിവൺ ബൈ ദ പവർ ആൻഡ് ഫ്രീഡം ഓഫ് ദി സ്പിരിറ്റ്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയോടെയുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നതിന് പകരം അതെന്തായിട്ട് തീർന്നു? അത് ഒരു സ്റ്റേറ്റിന്റെ ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റപ്പെട്ട രീതി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മിഡിൽ ഏജസ് വന്നപ്പോഴാണ് അതിനൊരു മാറ്റം വരുന്നതും മധ്യകാലഘട്ടത്തിലെ റിഫർമേഷൻ മൂലം ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മൾ ചരിത്രം അതുകൊണ്ടാണ് മിഷൻ ഹിസ്റ്ററിയും കൂടെ നമ്മൾ കുറച്ച് പഠിച്ചത്. അപ്പൊ ഈ നവീകരണം സംഭവിച്ചതിന് ശേഷമാണ്, നവീകരണ കാലഘട്ടം മാർട്ടിൻ ലൂഥറിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് മിഷണറി മൂവ്മെന്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്, മിഷണറി മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ 19-ാം നൂറ്റാണ്ടിൽ മിഷൻസിന്റെ ഒരു വാതിൽ തുറക്കുകയാണ്. 19-ാം നൂറ്റാണ്ട് ആയപ്പോഴത്തേക്കുമാണ് ഒരു പ്രത്യേകമായ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് മിഷണറി മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത്. ആ മിഷണറി മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വില്യം കേരി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വില്യം കേരിയുടെ പുസ്തകമാണ് ആൻ എൻക്വയറി ഇൻടു ദി ഒബ്ലിഗേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ടു യൂസ് മീൻസ് ഓഫ് ദി കൺവേർഷൻ ഓഫ് ദി ഹീതൻ. അത് ഇച്ചിരി നീളമുള്ള വലിയ സെന്റൻസ് ഉള്ള ഒരു പ്രബന്ധമായിരുന്നു അദ്ദേഹം മിഷനെ കുറിച്ച് എഴുതിയിരുന്നത്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉണ്ടായി. കർത്താവിന്റെ നിയോഗം, കർത്താവിന്റെ വിളിയും നിയോഗവും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഇതിനെക്കുറിച്ച് തൻ്റെ സഭയിൽ, താൻ പോയിരുന്ന ബാപ്റ്റിസ്റ്റ് സഭയിൽ താൻ അതിനെക്കുറിച്ച് ആവശ്യം ഉന്നയിക്കുകയാണ്. ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് രൂപീകരിക്കണം, അതിന് മിഷണറിമാരെ നമ്മൾ അൺറീച്ച്ഡ് വേൾഡിലേക്ക് നമ്മൾ അയക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഇത് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ഇത് സൂചിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൽഡർ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: സിറ്റ് ഡൗൺ യങ് മാൻ, വെൻ ഗോഡ് ഈസ് പ്ലേസ്ഡ് ടു കൺവേർട്ട് ദ ഹീതൻ, ഹി വിൽ ഡു സോ വിത്തൗട്ട് കൺസൾട്ടിങ് യു ഓർ മീ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിജാതീയ ലോകത്തേക്ക് സുവിശേഷവുമായി കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനുമായിട്ട് പോകണം എന്ന് വില്യം കേരി ആവശ്യപ്പെട്ടപ്പോൾ ആ സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മൂപ്പൻ എൽഡർ അദ്ദേഹത്തോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ അവിടെ ഇരിക്കെ. ദൈവത്തിന് ജാതികളിൽ ഉള്ള ആളുകളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നോടും നിന്നോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ദൈവം ചെയ്തോടും എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്ത് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനുശേഷമാണ് വില്യം കേരി എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയും ചില ആളുകളുമായിട്ട് ചേർന്ന് ഒരു ചെറിയ മിഷൻസിന്റെ രൂപീകരണം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ഒരു ഷിപ്പിൽ യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് വരുവാനൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി വന്നത് എന്ന് നമുക്ക് അറിയുവാനേ കഴിയും. അപ്പൊ ഇതാണ് ഒരു മിഷൻസിൽ കൾച്ചറിന്റെ അധിനിവേശം ഉണ്ടായതും പിന്നീട് മിഷണറി മൂവ്മെന്റുകൾ പാശ്ചാത്യ ലോകത്തെ ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കൾച്ചറിനെ സംബന്ധിച്ച് നമുക്കിനി ഒന്നുകൂടെ നോട്ട് ചെയ്യുമ്പോൾ, കൾച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ കൾച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഒരു നിർവചനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗോസ്പൽ കമ്മ്യൂണിക്കേഷൻ. സുവിശേഷത്തിന്റെ ആശയവിനിമയമാണ് ഇവാഞ്ചലിസം. സുവിശേഷത്തിന്റെ ആശയവിനിമയമാണ്. അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഉള്ളിലുള്ള
സന്ദേശത്തെ നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തോട് വിനിമയം ചെയ്യുകയാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇവാഞ്ചലിസം. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. So communication often fails because a speaker may think that he or she has said one thing, but the people is taking to hear or see something different. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാൾ ഒരു കാര്യം പറയുകയും കേൾക്കുന്നയാൾ അത് മറ്റൊന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അവിടെ കമ്മ്യൂണിക്കേഷൻ പരാജയപ്പെടും. അതെന്താണ്? അത് കാഴ്ചപ്പാടുകളുടെയും വീക്ഷണത്തിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന കാര്യം. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ കാര്യം ഏത് രീതിയിലാണ് കേൾവിക്കാരൻ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു പോയി. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നത് ലുസ്ത്രയിലേക്കാണ്. അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആക്രമിക്കുവാൻ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അവിടെ സുവിശേഷം അറിയിച്ചപ്പോൾ സംഭവിച്ച കാര്യം, ലുസ്ത്ര, ദർബ എന്ന് പറയുന്ന അടുത്തടുത്തുള്ള 2 പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങളിൽ അവര് ചെന്ന ശേഷം അവിടെ കാലിന് ശക്തിയില്ലാതെയും ഒരിക്കലും നടന്നിട്ടില്ലാതെയും ഒരു പുരുഷൻ ഇരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ഇനിയുമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോ ഒരു മിഷനായിരുന്നു, പൗലോസിന്റെ ഒരു മിഷനായിരുന്നു ലുസ്ത്രയിൽ സൗഖ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞത് ഒരു മിഷനായിരുന്നു. പക്ഷെങ്കിൽ പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ചെന്നുവെങ്കിലും ലുസ്ത്രയിലുള്ള ആളുകൾക്ക്, ലുക്കവോന്യ ഭാഷ സംസാരിക്കുന്ന ലുക്കവോന്യ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് സുവിശേഷമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ദൈവശക്തിയാലാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ കൾച്ചർ അനുസരിച്ച്, അവരുടെ വിശ്വാസം അനുസരിച്ച് ആണ് അവരിത് മനസ്സിലാക്കുകയും ഇവരെ പരിഗണിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ദേവന്മാര് വന്നതാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവര് ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസിന് മുഖ്യ പ്രസംഗകനാകൊണ്ട് ബുധനെന്നും പേര് വിളിച്ചു. അത് മാത്രമല്ല, പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇതൊരു വലിയ സംഭവമാക്കി അവർ മാറ്റുകയാണ്. അവരുടെ കൾച്ചർ അനുസരിച്ചുള്ള ഒരു ആരാധനയും ഒരു ആചരണവും ഒക്കെയാക്കി അവർ മാറ്റുകയാണ്. ഇത് പൗലോസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. ഇത് അങ്ങനെ സംഭവിക്കരുതാത്ത കാര്യമായിരുന്നു. പക്ഷെങ്കിൽ
എന്താണ് അവിടെ ഇത് പൗലോസും ബർണ്ണബാസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ളവരത്രേ. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും ഇവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് ഉള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ അങ്ങനെ ഒരു വലിയ പ്രയാസം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഇതുപോലെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, കമ്മ്യൂണിക്കേഷനിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട് സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് കൾച്ചറിനോടുള്ള സമീപനത്തിലും അവരുടെ ഭാഷയും അവരുടെ മനസ്സും അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. നമ്മളൊരു ബഹുമിത സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മിഷൻ വേൾഡ് ഒരു തിയോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി, അങ്ങനെയുള്ള ഒരു തിയോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി, ഭാരതീയ ദൈവശാസ്ത്രം എന്നുള്ള ഒരു വിഷയം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നത് ഭാരതീയ പശ്ചാത്തലത്തിൽ ഉള്ള ദൈവശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഒരു മിഷൻ സമീപനം, ഭാരതീയ പശ്ചാത്തലത്തിലുള്ള ഒരു മിഷൻ സമീപനം, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു മിഷൻ സമീപനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭാരതത്തിന്റെ മതങ്ങളെയും സംസ്കാരത്തെയും അതുപോലെ തന്നെ ഇവിടുത്തെ സോഷ്യൽ ായിട്ടുള്ള നിലവാരത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഹിന്ദു സമൂഹമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിങ്ങള്, ജൈനര്, ബുദ്ധര്, സിഖുകാര്, പാഴ്സികള്, ഇങ്ങനെയുള്ള ആളുകളും ഇവിടെയുണ്ട്. ക്രിസ്ത്യൻസും ന്യൂനപക്ഷമായിട്ട് ഇവിടെയുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം നമുക്കറിയാം. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വശത്ത് ദ്രാവിഡ സംസ്കാരം, അതുപോലെ തന്നെ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഓട് ചേർന്ന് തന്നെയാണ് എന്ത് നിൽക്കുന്നത്, ആര്യൻ സംസ്കാരവും കൂടെ നിൽക്കുന്നു. ആര്യ സംസ്കാരവും ഈ ദ്രാവിഡ സംസ്കാരവും കൂടെ ചേർന്നുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ സനാതന ധർമ്മം അല്ലെങ്കിൽ ഭാരത സംസ്കാരം എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരം യഥാർത്ഥത്തില് ഗോത്ര സംസ്കൃതികളും അതുപോലെ തന്നെ ദ്രാവിഡ സംസ്കാരവുമായിരുന്നു. അപ്പൊ നമുക്കൊരു 100 വർഷം മുമ്പുള്ള കേരളത്തിന്റെ ഒക്കെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളുമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നതെന്ന് കാണുവാൻ കഴിയും. അപ്പം വിവിധ ജാതികള്, വിവിധ ജീവിത ശൈലികള്, വിവിധ വിശ്വാസങ്ങള്, സംസ്കാരങ്ങള്, ഇതെല്ലാം ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള വളരെയധികം പരാധീനതകളുള്ള ഒരു സമൂഹമാണ്. അജ്ഞതയുണ്ട്, ദാരിദ്ര്യമുണ്ട്, അനാചാരങ്ങളുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ സുവിശേഷവുമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാരതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ദൗത്യശാസ്ത്രം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാരതത്തിലെ സുവിശേഷം അറിയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമുണ്ടായി. അപ്പൊ ഇത് ഇവിടെ ഇതിനെ ഈ ഒരു ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുമ്പോൾ നമ്മളെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ ഭാരതീയമായ ചിന്തയിൽ, ഭാരതീയ ദർശനത്തിൽ, ഇന്ത്യൻ ഫിലോസഫിയിൽ പാപം എന്ന് പറയുന്ന ഒരു വസ്തുതയില്ല. There is no sin in the philosophy of Hindus. അത് ബുദ്ധമതത്തിലും ഇല്ല. അപ്പം ഇവിടുത്തെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഇവിടെ നമുക്ക് അജ്ഞതയാണ് കൂടുതലുള്ളത്. അന്ധത അല്ലെങ്കിൽ അജ്ഞത എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ അജ്ഞത പാപത്തെക്കുറിച്ച് തന്നെ, പാപം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത സമീപനങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം പാപത്തിന്റെ മോക്ഷം ലഭിക്കാൻ വേണ്ടി മോക്ഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ പറയും യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാം എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് നാം ഇത് പറയുന്നത്. അപ്പൊ അവർക്ക് കർമ്മമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്,
ജ്ഞാനമാർഗമുണ്ട്, പിന്നെ യോഗ മാർഗമുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ മോക്ഷം പ്രാപിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ രക്ഷ പ്രാപിക്കുവാൻ വ്യത്യസ്ത മാർഗങ്ങളുള്ളപ്പോൾ തന്നെ വ്യത്യസ്ത ഉപാസനാ രീതികളുണ്ട്, വ്യത്യസ്ത മാർഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏകമാർഗം എന്ന് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആശയപരമായ ഒരു വൈരുദ്ധ്യം അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അദ്വൈത ചിന്ത അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് ഭാരത സമൂഹം. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അദ്വൈത ചിന്തയുടെ വലിയൊരു സ്വാധീനമുണ്ട്. എന്താണ് അദ്വൈത ചിന്ത? അദ്വൈത ചിന്ത എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്താഗതിയാണ്. ആ ചിന്താഗതിയിൽ ഒരിക്കലും ആരെയും പാപി എന്ന് വിളിക്കുവാൻ പാടില്ല. ആരും ആരല്ല, പാപിയല്ല. ആരെയും പാപി എന്ന് വിളിക്കുവാൻ പാടില്ല. ഒരുപക്ഷെ അവൻ അജ്ഞതയുള്ളവനായിരിക്കാം, പക്ഷെ അവൻ അറിയുന്നില്ല. അവൻ എന്തറിയുന്നില്ല? അവനാണ് ബ്രഹ്മം എന്ന് അവൻ അറിയുന്നില്ല. അപ്പം ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവനെ നയിക്കുന്നതിനുള്ള സാധനകളാണ്, ഉപാസനകളാണ് ക്ഷേത്രകർമ്മങ്ങളിലൂടെയും മതാചാരങ്ങളിലൂടെയും ഒക്കെ അനുഷ്ഠിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ എപ്പോഴാണോ അവനിലുള്ള ജീവാത്മാവ് യഥാർത്ഥത്തിൽ പരമാത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു, ആ തിരിച്ചറിവിലേക്ക് അവനെ നയിക്കുന്ന ഒരു രീതിയാണ് മതകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്വൈത ചിന്തയനുസരിച്ച് ആരെയും പാപിയെന്ന് വിളിക്കുവാൻ പാടില്ല. എല്ലാം ബ്രഹ്മമയമാണ്, എല്ലാം ഈശ്വരമയമാണ്, എല്ലാത്തിലും ഈശ്വരന്റെ സാന്നിധ്യമുണ്ട്, എല്ലാത്തിലും ഈശ്വരൻ വസിക്കുന്നു, ഈശവാസ്യം ഇതം സർവം, എല്ലാത്തിലും ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അധിവസിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഞാൻ ഒരിക്കലൊരു രാമകൃഷ്ണാശ്രമത്തിലെ അല്ലാതുള്ള ഒരു സ്വാമിയെ കുറിച്ച് സ്വാമിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞ് പ്രപഞ്ചം മുഴുവനും ഈശ്വരന്റെ സാന്നിധ്യമാണ്. ഈ വൃക്ഷങ്ങളിലും ഈ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഉള്ള ചൈതന്യം എന്ന് പറയുന്ന ഈശ്വരന്റെ ചൈതന്യമാണ്. അപ്പൊ നമുക്ക് അവരുടെ ചിന്താഗതി അറിയാമായിരുന്നത് കൊണ്ട് നമുക്കതിനെ അന്നേരം അങ്ങനെ അല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെയല്ല, ഇതിനകത്തൊന്നും ഈശ്വരന്റെ ചൈതന്യമൊന്നും ഇല്ലെന്ന് പറയാൻ. കാരണം ഈശ്വരനാണ് ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് അവരുടെ ജനത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ശരിയായ ചിന്തയും ശരിയായ ധ്യാനവുമാണ് മോക്ഷത്തിലേക്ക് നടത്തുന്നതാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. ബുദ്ധമതത്തിന്റെ ഒരു പശ്ചാത്തലവും കൂടെ ഭാരതത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മതങ്ങളെല്ലാം രക്ഷയ്ക്ക് മോക്ഷത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണാത്മകമായ രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരു സമൂഹമായിട്ട് ജീവിക്കുകയും വേണം. മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ആവശ്യമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ഒരു തത്വശാസ്ത്രവും കൂടിയുണ്ട്. അപ്പം അയൽക്കാരനെയും അടുത്തുള്ളവനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കുക, മതം നോക്കാതെ സ്നേഹിക്കുക. അങ്ങനെയുള്ള ഒരു ദർശനത്തിലാണ് ക്രിസ്ത്യാനിറ്റി വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മതാന്തര ഇന്റർ റിലീജിയസ് ഡയലോഗുകൾ പരസ്പരം വിശ്വസിക്കുന്നതിനും വിശ്വാസം ആർജിക്കുന്നതിനുമുള്ള സമീപനമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് മിഷിയോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു വർഗീയ വിദ്വേഷത്തിന് വേണ്ടിയോ സംഘർഷത്തിന് വേണ്ടിയോ ഉള്ള സംവാദങ്ങളല്ല, മറിച്ച് സാഹോദര്യത്വം പുലർത്തുന്നതിന് വേണ്ടിയുള്ള, പരസ്പരം അറിയുന്നതിന് വേണ്ടിയുള്ള സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പം അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ മൂലം പരസ്പരം അറിയുവാൻ കഴിയുന്നു. അദ്വൈതം എന്താണെന്ന് നമുക്കറിയുവാൻ കഴിയുന്നു, സുവിശേഷം എന്താണെന്ന് അവർക്കറിയുവാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ഹാർമണിയിലേക്ക് വരുന്നതിനെ കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നതാണ് ഭാരതീയ മിഷന്റെ ദൈവശാസ്ത്രം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ നമുക്ക് പിന്നീടുള്ള ദൗത്യത്തിന്റെ ബോധം എന്ന് പറയുന്ന അസമത്വം, അടിമത്തം, ദാരിദ്ര്യം, ഇവയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം സഭ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. അസമത്വം, അടിമത്തം, ദാരിദ്ര്യം, ഇത് മൂന്നും സമൂഹം അനുഭവിക്കുന്ന വലിയ തിന്മയായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് അശരണരോടുള്ള കരുതല്, ദരിദ്രരെ ഉദ്ധരിക്കുക, ഇത് രണ്ടും പഴയ നിയമ ദൗത്യത്തിലും പുതിയ നിയമ ദൗത്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-22 അധ്യായങ്ങള്, ലേവ്യ പുസ്തകം 25-ാം അധ്യായം, ഇതെല്ലാം പരദേശിയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അടിമയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അവനോട് എങ്ങനെ ഇടപെടണമെന്നും ഒക്കെയുള്ള നിയമങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
യേശുക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും വിമോചനമായിരുന്നു ക്രിസ്തു ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ശബത്തിന്റെ നിയമങ്ങൾ പോലും യേശു ലംഘിച്ചു. ഇതിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടി, മോചനം കൊടുക്കുന്നതിന് വേണ്ടി യേശു ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പാപമോചനത്തോടൊപ്പം രോഗസൗഖ്യവും യേശു നൽകി. സമ്പൂർണമായ ഒരു വിടുതലായിരുന്നു, മോചനമായിരുന്നു യേശുവിന്റെ സുവിശേഷ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം ഇവിടെ വന്നിട്ടുള്ള മിഷണറിമാരൊക്കെ ചെയ്ത കാര്യം എന്താണ്? സമഗ്രമായ ഒരു 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 രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ മിഷണറി ദൗത്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ സംരക്ഷണം അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ നേഴ്സസിന്റെ ഒക്കെ ആരംഭകാല ചരിത്രം പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ മിഷൻസിന്റെ മൂവ്മെന്റ്സിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും എത്രമാത്രം ത്യാഗം ചെയ്താണ് അവർ ചിലയിടങ്ങളിൽ ചില ക്ലിനിക്കുകൾ സ്ഥാപിച്ചത്, ചില ആശുപത്രികൾ സ്ഥാപിച്ചത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ അവര് ത്യാഗം സഹിച്ചതിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ചും ആൽബർട്ട് ഷെക്സറുടെയും ഐഡാസ്കറിന്റെയും ഒക്കെ ജീവചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. വളരെയധികം ത്യാഗത്തോടു കൂടി അവർ ആ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ മിഷൻസ്, ധാരാളം മിഷൻസ് മെഡിക്കൽ മിഷൻ മൂവ്മെന്റിലൊക്കെ ഉണ്ടായിരുന്നു. ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ക്രിസ്തീയ സഭകൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. പോഷക ആഹാരം എത്തിച്ചു കൊടുക്കുക, ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് അവര് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗോത്ര സമൂഹങ്ങളുടെ ഒരു വിമോചനത്തിന് വേണ്ടിയുള്ള മൂവ്മെന്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഒക്കെ ധാരാളം സ്ഥലങ്ങളിൽ അവര് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെയെല്ലാം ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മിഷണറിമാർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ ഇവിടെ സുറിയാനി ഭാഷയിലുള്ള ബൈബിള് മാത്രമേ ഉള്ളൂ. അതും ചില പള്ളികളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ബൈബിള് മാത്രമേ ഉള്ളൂ. ഒരു റംബാൻ ബൈബിള് ഉണ്ടായിരുന്നു. അത് മലയാള ഭാഷയിൽ എല്ലാവർക്കും വായിക്കുവാൻ പറ്റുന്ന മലയാള ഭാഷയായിരുന്നില്ല റംബാൻ ബൈബിൾ. കായംകുളം ഉള്ള ഒരു റംബാൻ ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഇവിടെ വന്ന മിഷണറിമാരുടെ ശ്രദ്ധയിൽ പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ മലയാളം ആരാധന കുറച്ചൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും മലയാളം ബൈബിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേണൽ മൺട്രോയുടെയൊക്കെ ആ ഒരു സമയത്താണ് ഈ സുറിയാനി ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. അതിനുശേഷം പിന്നീട് മിഷണറിമാർ വന്നു കഴിഞ്ഞപ്പോൾ അവര് തമിഴും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലിക്കുന്നില് ഉണ്ടട്ടും അതുപോലെ തന്നെ കോട്ടയത്ത് ബെയിലിയും പരിഭാഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിനു മുമ്പ് അവർ വ്യാകരണം, മലയാള ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കി. നമ്മൾ ഓർത്തു നോക്കണം, ജർമ്മനിയിലും അമേരിക്കയും യൂറോപ്പിലും ഉണ്ടായിരുന്ന മിഷണറിമാര് ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് കേരളത്തിൽ വന്ന് താമസിക്കുകയും കേരളത്തിൽ വന്ന ശേഷം ഈ ഭാഷ പഠിച്ച് ഈ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കി, ഈ ഭാഷയിൽ നിഘണ്ടു ഉണ്ടാക്കി, ആ ഭാഷയിൽ മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തി. അപ്പൊ നമുക്കിന്ന് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാകും? ജർമ്മൻ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴും മലയാള വ്യാകരണം ശരിക്കും അറിയത്തില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത, അല്ലേ? മുറ്റുവിനെയും പറ്റുവിനെയും എന്താണെന്ന് ഇപ്പൊ ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കേട്ടിട്ടുണ്ടെന്ന് പറയാം, ഞാനത് നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം വളരെ വിശദമായിട്ട് ഒരു ജർമ്മൻകാരൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ വന്ന് ഇവിടെ വന്ന് പഠിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് പഠിക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തുകയാണ്. അങ്ങനെ പരിഭാഷപ്പെടുത്തിയ പുസ്തകം എഡിറ്റ് ചെയ്ത് ബൈബിൾ സൊസൈറ്റി ഇറക്കിയതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ആ ഒരു സാമൂഹികമായ വികസനാത്മകമായ ഒരു പ്രവർത്തനം, നമുക്ക് ബൈബിൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അഭിമാനത്തോടു കൂടി പോകുന്നത്. അതേസമയത്ത് ബൈബിൾ ഇല്ലാത്ത ആയിരക്കണക്കിന് സമൂഹങ്ങൾ ഇപ്പോഴും ഉണ്ട്, ആയിരക്കണക്കിന് സമൂഹങ്ങൾ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ മിഷണറിമാര് പോയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ദൗത്യം നിർവഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ
ഭാരതത്തിൽ ഒരു കണക്കനുസരിച്ച് 26 30 ഭാഷകളിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ബൈബിള് ഇപ്പോഴും ഭാരതത്തിൽ ലഭിച്ചിട്ടുള്ളൂ. 800-ലധികം ഭാഷകളോ ഭാഷാഭേദങ്ങളോ ഭാരതത്തിൽ ഉണ്ടെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 800-ലധികം ഭാഷകൾ ഭാരതത്തിൽ തന്നെ. പിന്നീട് മറ്റുള്ള ഡയലക്ട്സുകൾ വേറെയുണ്ട്. അപ്പൊ ഇത് ഭാരതീയമായ ഒരു ശൈലിയിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ളത് സാധു സുന്ദർ സിംഗിനെ പോലെയുള്ള ആളുകൾ, പിന്നീട് റൈമുണ്ടോ പണിക്കർ, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാർ ആ ഒരു രീതിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. റോബർട്ട് ഡിനോവിലിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ മിഷൻ ഹിസ്റ്ററി പഠിച്ചപ്പോൾ. അദ്ദേഹം ഭാരതീയമായ രീതിയിൽ സുവിശേഷത്തെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിനകത്ത് ഭാരതീയമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഭാഷാപരമായിട്ട് പോലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഭാരതീയമായ ശൈലിയിൽ അതിനെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു. അതായത് ദൈവം എന്നുള്ളതിന് പകരം ഈശ്വരൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നതിനോട് പല എതിർപ്പുകളും ഉണ്ടായി. അതുപോലെ യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജന്മമെടുത്തതിനെ അവതാരം എന്ന് വിളിക്കുന്നതിന് എതിർപ്പുണ്ടായി. അതുപോലെ രക്ഷയെ മോക്ഷം എന്ന് പറയുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു. യേശുദേവൻ എന്ന് വിളിക്കുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ എതിർപ്പുകൾ ഉണ്ടായി. പക്ഷെ ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു പരമേശ്വർ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? ദൈവത്തിന് പരമേശ്വർ, ഈശ്വർ അങ്ങനെയൊക്കെയാണ് ഹിന്ദിയിലൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഈശ്വരൻ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റൻസ് ഇപ്പോഴും വരത്തില്ല. കാരണം നമ്മൾ കുറച്ചും കൂടെ യാഥാസ്ഥികരാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികമായ വിശ്വാസത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് നമുക്ക് പല കൾച്ചറൽ ഇൻകോർപ്പറേഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ അതിനെയൊക്കെ അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പം യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നോ യേശു ദൈവമാണെന്നോ പറയുന്നു. യേശു ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ യേശു ദേവൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പം ആ ഒരു കൾച്ചറൽ സമീപനത്തോടെ നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും മിഷൻ അപ്രോച്ച് അനുസരിച്ചാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള മിഷൻ ചിന്താഗതികൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ നല്ല വശങ്ങളെ സ്വീകരിക്കുകയും തിന്മയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അത് നമ്മുടെ കൾച്ചറിനെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യം ആയിരിക്കും. ക്രിസ്തു സംസ്കാരത്തിലെ നല്ല കാര്യങ്ങളെ സ്വീകരിക്കുകയും തിന്മയെ എതിർക്കുകയും രൂപാന്തരത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു എന്ന് റിച്ചാർഡ് നീബറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു കൾച്ചറിനെ കുറിച്ചും കൂടെ പഠനം നടത്തിയിട്ടുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനാണ് റിച്ചാർഡ് നീബർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാരതീയ പശ്ചാത്തലത്തിലുള്ള ഒരു മിഷണറി അപ്രോച്ച് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് പലരും അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനങ്ങളുടെ സംസ്കാരവും ജനങ്ങളുടെ ഭാഷയും അതുപോലെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഈ ഒരു മിഷൻ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ആചാര രീതികൾ മനസ്സിലാക്കുക, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോകുന്നതിനുള്ള ഭക്ഷണ രീതികൾ ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു ആചാര രീതികളൊന്നും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ബംഗാളില് സുന്ദർബാനിലൊക്കെ പോയപ്പോൾ, ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് തരുന്ന രീതി ഇങ്ങനെയാണ്, നമ്മൾ കഴിക്കാതിരിക്കരുത്, കഴിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാകും, ഞങ്ങൾക്ക് പിന്നീട് ഇവിടെ പ്രവർത്തിക്കാനൊക്കെ അതില്ല. അപ്പൊ അവര് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ട് അവര് കയ്യും കൊണ്ടാണ് നമുക്ക് വിളമ്പി തരുന്നത്. കയ്യും കൊണ്ട് കൈയിട്ട് ഇങ്ങനെ വിളമ്പി തരികയാണ്. അപ്പൊ അങ്ങനെ തരുന്നത് നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് കൊണ്ടു തന്ന സാധനം അതുപോലെ തന്നെ എടുത്തൊക്കെ കഴിച്ചു. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ചിക്കൻ ഒക്കെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തരുന്നത് അതിന്റെ തലയൊക്കെയാണ് നമുക്ക് തരുന്നത് ഉണ്ടല്ലോ. അപ്പം ഈ അതിഥികൾക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിക്കാതെ അവിടുന്ന് ഡോക്കാനിച്ചൊക്കെ എണ്ണിച്ച് പോന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നമായി. ഇവര് നമ്മളെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വരും. അപ്പൊ അങ്ങനെ മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്. അവര് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കാല് കഴുകുന്ന ഒരു രീതിയുണ്ട്.
അതിനുശേഷം പിന്നെ ഒരു വെള്ളത്തെ ഒരു ചുണ്ണാമ്പ് പോലൊരു സാധനം കൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തൊടുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം ഒരു ഷാള് കൊണ്ട് ധരിപ്പിക്കും. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ അവർ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. മറ്റു ചില സംസ്കാരത്തിന്റെ കേരളം വേറെ രീതിയിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്ത് അതിനോട് കുറച്ചും കൂടി താതാമ്യപ്പെടുവാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മിഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി പോയ ആളുകളാണെങ്കിലും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവർ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ നമുക്കെപ്പോഴും ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞത്, ഒരു വെസ്റ്റേൺ കൾച്ചർ ഇവിടെ ആ മിഷണറിമാരിൽ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അത് നമുക്ക് ഒരു ഡ്രോബാക്കായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളിപ്പോഴും വെസ്റ്റേൺ ആളുകളായിട്ടാണ് അല്ലേ നമ്മൾ ചർച്ചകളിലൊക്കെ നമ്മൾ പാസ്റ്റർമാർ പോകുമ്പോൾ ഈ ടൈയും കോട്ടും ഒക്കെ ഇട്ട് ബെൽറ്റും ഒക്കെ കെട്ടി ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അല്ലേ നമ്മളെങ്ങോ അല്ലേ നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. അതൊരു മറ്റൊരു രീതി, വെസ്റ്റേൺ മുഖമാണ് നമ്മൾ കൊടുക്കുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മുഖം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ കൂടുതലും നമ്മൾ നമ്മുടെ സമൂഹത്തോട് താതാമ്യം പ്രാപിക്കുക. അത് വേർപാടിനെ ഹനിക്കുന്ന ഒരു രീതി ആവരുത്. വേർപാടും കൾച്ചറൽ ഇൻകോർപ്പറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. വേർപാടെന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അന്യപ്പെട്ട എവിടെയെങ്കിലും പോയി താമസിക്കുന്നില്ല, സമൂഹത്തിൽ തന്നെ ദൈവോന്മുഖമായിട്ട് ജീവിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഒരു ഇച്ചിരി ചർച്ചയൊക്കെ ആവശ്യമുള്ള ഒരു വൈഡായിട്ടുള്ള വിഷയമാണ്. എങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കും ചർച്ചയ്ക്കും വേണ്ടി ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബഹുമിതമായ ബഹുമത സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മിഷൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?